89.6 FM Sargakshetra SK Junction. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും മലയാളികൾ ആഘോഷിക്കുന്ന ദിവസമാണ്, നമ്മുടെ ഉത്സവമാണ് ഓണം. ജാതിഭേദ മതമന്യേ എല്ലാ മലയാളികളും എല്ലാ കോണിലും ഇരുന്ന് ആഘോഷിക്കുന്ന ഈ ഒരു ദിവസത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ തിരുവോണ സദ്യ എന്ന് പറയുന്നത്. ഈ ഓണസദ്യ കഴിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഈ ഒരു ആഘോഷത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ട്, തയ്യാറെടുപ്പുകളുണ്ട്, പർച്ചേസിംഗ് ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും, കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്നിരുന്ന് ഓണസദ്യ കഴിക്കുന്നു, അത് ആഘോഷിക്കുന്നു, അതിനുശേഷം പായസം കുടിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഈ ഓണസദ്യക്ക് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ കഴിക്കുന്ന തോരന്, പരിപ്പ്, അതുപോലെ തന്നെ അച്ചാറ്, ഇഞ്ചിക്കറി തുടങ്ങിയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. വിഭവ സമൃദ്ധമായിട്ടുള്ള ഈ ഒരു ഓണസദ്യ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും നിറയും, വയറും നിറയും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ചില എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഐറ്റംസും കൂടി ഉണ്ടെങ്കിലോ അത് വേറെ തന്നെ ലെവലായിരിക്കും, ഒരു ഡബിൾ ധമാക്ക മൂടായിരിക്കും. അങ്ങനെ ഈ ഒരു ഓണസദ്യ 2025 ഈ ഓണസദ്യ കുറച്ച് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ പാചകത്തിൽ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിഷസിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് വെറൈറ്റി ഐറ്റംസുമായിട്ട് നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. മെർലിൻ ചേച്ചിയാണ്, മെർലിൻ കല്ലൂപ്പറമ്പിൽ, പാലായിൽ നിന്നും. ചേച്ചി നമസ്കാരം. നമസ്കാരം മോളെ. നമസ്കാരം. ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും ഇപ്പൊ അങ്ങനെ നേരുവാ. ഓക്കെ, അപ്പൊ നമ്മുടെ ചേച്ചിയോട് തന്നെ അത് ചോദിക്കുവാണെങ്കിൽ, ഇപ്പൊ ചേച്ചിനെ കുറിച്ച് പറയുവാണെങ്കിൽ പറയാനുള്ളത്, ഒരുപാട് TV ചാനൽസിൽ അതുപോലെ തന്നെ മാഗസീൻസിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് മത്സരങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട് ഈ പാചകവുമായിട്ട് ബന്ധപ്പെട്ട്. അതിനെല്ലാം വിജയം കൈവരിക്കുകയും ചെയ്ത ഒരു അസല് കോട്ടയംകാരി അല്ലെങ്കിൽ പാലാക്കാരി പാചകക്കാരിയാണ് നമ്മുടെ മെർലിൻ ചേച്ചി, അല്ലേ? ഒരു കാര്യമേ, ഞാൻ പാലാക്കാരി എന്ന് പറയുമ്പോ ജന്മം കൊണ്ട് ഞാൻ പ്രോപ്പർ കോട്ടയംകാരി തന്നെ, പുതുപ്പള്ളിക്കാരിയാണ്. കോട്ടയക്കാടെന്ന് പറയും പുതുപ്പള്ളി. അപ്പൊ പറഞ്ഞത് തെറ്റായില്ല അല്ലേ? പാലായുടെ മരുമകളാണ്, കല്യാണം കഴിച്ചു വന്ന പാലായുടെ മരുമകൾ, കോട്ടയത്തിന്റെ പൊന്മകളായിട്ടുള്ള മെർലിൻ ചേച്ചി. അപ്പൊ മെർലിൻ ചേച്ചി, ഇത്തവണത്തെ ഓണത്തിന് എന്താ പ്ലാൻ? എന്താ നമുക്ക് സാധാരണ ഒരു ട്രഡീഷണൽ ആയ ഒരു ലുക്ക് ഉണ്ടല്ലോ നമ്മുടെ ഓണസദ്യക്ക്. നമുക്ക് നമ്മുടേതായ പൊടിക്കൈകളും ഒക്കെ ചേർത്ത് ഇതിന്റെ അകത്തെല്ലാം ഒരു ചേഞ്ച് വരുത്തുക. ആ ഒരു ചേഞ്ചസ് നമ്മളെയും പരിചയപ്പെടുത്തുക, അതാണ് നമ്മൾ ഇനി അങ്ങോട്ട് കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഓണം തയ്യാറെടുപ്പൊക്കെ വീട്ടിൽ എവിടം വരെയായി, എന്തായി? ഓണം ഇങ്ങനെ പോകുന്നു. സ്കൂളൊക്കെ അടച്ച്, ഞാൻ ഒരു ടീച്ചറാണ്. അപ്പൊ ഞാൻ ഈ ടൈമിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാൻ പാലായി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇത്തിരി അടുത്തോട്ടൊന്ന് സ്ഥലം കിട്ടാൻ വേണ്ടി, പിള്ളേരൊക്കെ ചെറുതാ, അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് അതിന്റെ ഒരു തീരുമാനം നടക്കട്ടെ, പ്രാർത്ഥിക്കുക. പിള്ളേർക്ക് സ്കൂൾ അടച്ചു, അപ്പൊ പിള്ളേർ അതിന്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക, ഒരു ത്രില്ലടിച്ച് അവരിയ്ക്കുന്നു. അവരുടെ ആഘോഷം, അവരുടെ അവധി അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓണാഘോഷം നമ്മൾ സദ്യയിൽ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു രുചി നുണഞ്ഞുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ എന്തായാലും അതെന്തൊക്കെയാണ് വെറൈറ്റി ഡിഷസ് ഇത്തവണത്തെ ഓണസദ്യയിൽ കെങ്കേമമാക്കാനായിട്ട് നമ്മൾ പോകുന്ന ആ വെറൈറ്റി ഡിഷസ് ഏതൊക്കെ എന്നുള്ളത് നമുക്ക് കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM ഓണം സ്പെഷ്യൽ SK ജംഗ്ഷനിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മെർലിൻ ചേച്ചിയാണ്, മെർലിൻ കല്ലൂപ്പറമ്പിൽ, പാലായിൽ നിന്നും. അപ്പൊ എന്തായാലും ചേച്ചി നമ്മുടെ നാവിൽ കപ്പൽ ഓടിക്കാനായിട്ട്, രുചി കൊണ്ട്, വിഭവത്തിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ട് നാവിൽ കപ്പൽ ഓടിക്കാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ്. ഓണസദ്യയിൽ വരുന്ന ചില പ്രത്യേക സ്പെഷ്യൽ ഡിഷസ് ചേച്ചി പരിചയപ്പെടുത്താനായിട്ട് പോവാണേ. അപ്പൊ ചേച്ചി, ആദ്യത്തെ ഡിഷ് ഏതാണ്, ഏത് ഐറ്റമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്? നമുക്ക് ആദ്യം കറി തന്നെ തുടങ്ങാം. അതായത് ഇഞ്ചിക്കറി ഇല്ലാത്ത എന്തൊരു ഓണം. സത്യം, അതെ അതെ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഞ്ചിക്കറിയാ. പണ്ടിങ്ങനെ ഈ വരരുചിയുടെ കാലഘട്ടത്തില് ഇങ്ങനെ ഒരു കഥയുണ്ട്, 101 കറിക്ക് തുല്യമാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇഞ്ചി പച്ചടി എന്ന് പറഞ്ഞ് പണ്ടുള്ളൊരു കാരണവന്മാര് പറയും, അങ്ങനെ കളിയാക്കുവേ. അപ്പൊ കറി ഒന്നും പിടിച്ചില്ല, ഇഞ്ചി പച്ചടി വെക്കാവുള്ളൂ. പക്ഷെ ഇഞ്ചി പച്ചടി എന്ന് പറയുന്നത് ഇഞ്ചി പച്ചടിയായിട്ട് ഒരു ഐറ്റം ഉണ്ട് കേട്ടോ, അങ്ങനെ ഇഞ്ചി കൊണ്ട് പച്ചടി ചെയ്യാം. പക്ഷെ ഞാനിപ്പോ ഇത് തരുന്നില്ല, ഞാൻ തരുന്നത് ഇഞ്ചി കറിയെ നമുക്കൊന്ന് വെറൈറ്റി ആക്കി പൈനാപ്പിൾ കൂടെ ചേർത്ത് പൈനാപ്പിൾ പുളിഞ്ചി ആക്കാം. അടിപൊളി, അത് പൊളിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത് പൈനാപ്പിൾ പുളിയിഞ്ചി. നമ്മൾ പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറിയൊക്കെ നമ്മൾ സ്വാദ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളത് നാവിന് അതിന്റെ രുചി നമ്മൾ നുണഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഒരു പ്രത്യേക രുചി നുണയാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ദേ പിടിച്ചോ മെർലിൻ ചേച്ചിയുടെ ഫസ്റ്റ് ഐറ്റം പൈനാപ്പിൾ പുളിയിഞ്ചി. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ പറയാതെ, ഇഞ്ചി
നമ്മള് ശരിക്കും തൊലി എത്തി അത് കഴുകി വൃത്തിയാക്കി ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞ് അത് നമുക്കൊരു എന്താ പറയുക ഒരു 50 ഗ്രാം എടുക്കാം. ഞാനിപ്പോ ഒരിക്കലും കൂടുതൽ വെക്കുന്ന ഇതിനാ പറയുന്നത് ഒരു 50 ഗ്രാം. പിന്നെ പൈനാപ്പിള്, അധികം പഴുക്കാത്ത പൈനാപ്പിൾ എന്നും കണ്ട് ഒരു നമ്മുടെ ചെനച്ച് ഇച്ചിരി മുന്നിലോട്ട് നിൽക്കുന്ന ഈ ഭയങ്കരമായിട്ട് പഴുക്കാത്ത പൈനാപ്പിള് അത് ഒരു 100 ഗ്രാം എടുക്കും. ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കണം. 100 ഗ്രാം തൊലിയൊക്കെ ചെത്തി 100 ഗ്രാം. പിന്നെ വേണ്ടത് ഒരു 15 ചുവന്നുള്ളി, ഒരു 15 എണ്ണം എടുക്കുക. അത് അളവ് കൂടുതലാ, കുറവാണെങ്കിൽ 5 എണ്ണോ 3 എണ്ണോ 10 ഏതെങ്കിലും നിർത്താം. ഏകദേശം 15-12 ചുവന്നുള്ളി നന്നായിട്ട് നീളത്തിൽ ഇങ്ങനെ കനം കുറച്ചരിഞ്ഞത്. പിന്നെ വേണ്ടത് ഇത് തേങ്ങാക്കൊത്ത്, തേങ്ങ നല്ലപോലെ കൊത്തിയെടുത്തത്, അതൊരു ടീക്കപ്പ് വേണം. അത്യാവശ്യം മീഡിയം ഒരു ടീക്കപ്പ് നിറച്ച്. പിന്നെ വേണ്ടത് ഒരു 3 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഇച്ചിരി എരിവ് വരികയില്ല. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്. പിന്നെ വാളംപുളി ഒരു നെല്ലിക്കയുടെ വലിപ്പത്തില്. പിന്നെ കറിവേപ്പില 2 തണ്ട്. ആ കതിരിയാപ്പിലയുടെ കതിര് അതിലുള്ള ഇല നമുക്ക് ഊരിയെടുത്താൽ മതി. പിന്നെ വേണ്ടത് ശർക്കര പൊടിയായിട്ട് ഇപ്പൊ മേടിക്കാൻ കിട്ടും കേട്ടോ. അതൊരു ചെറിയ ടീക്കപ്പിന് 1 കപ്പോ 1/2 ടീക്കപ്പോ വല്ല ഇടാം. കാരണം എന്താന്ന് ചോദിച്ചാല് നമുക്ക് ഓരോരുത്തർക്ക് മധുരം കൂടി നല്ല മധുരത്തിൽ ഇത് മുന്നിൽ നിക്കണമെന്നുള്ളവരുണ്ട്, കുറച്ച് നിക്കണമെന്നുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെ എരിവിന്റെ കാര്യം അങ്ങനെ തന്നെയാ കേട്ടോ. ഞാൻ മീഡിയം ഒരു 3 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ വേണമെങ്കിൽ നിർത്താം. പിന്നെ കായ ഒരു 3/4 ടീസ്പൂൺ എടുത്തു. കായം നല്ല ടേസ്റ്റ്, നല്ല കായമായിരിക്കണം. അത് കായപ്പൊടിയായിട്ട് കിട്ടും അത്. പിന്നെ ഞങ്ങൾ സാധാരണ എന്റെ ഗ്രാൻഡ് മദറൊക്കെ ഇതിനകത്ത് വെളുത്തുള്ളി ചേർത്ത് പറഞ്ഞു ഇച്ചിരി വറുത്ത്. അപ്പം വെളുത്തുള്ളി ഒരു 2 അല്ലി മതി ചേർക്കണമെങ്കിൽ. അത് ഞാൻ ഓപ്ഷനായിട്ട് പറഞ്ഞു. കാരണം ഈ ബ്രാഹ്മിൻസ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ ഈ വെളുത്തുള്ളി യൂസ് ചെയ്യല്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വെളുത്തുള്ളി വേണ്ട. പിന്നെ നല്ല വെളിച്ചെണ്ണ. ഇനിയിപ്പോ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുതലാണ്. സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയാണ് ഇതിന്റെ ടേസ്റ്റ്, യഥാർത്ഥ സ്വാദ്. പിന്നെ ഉപ്പ് പാകത്തിന്. വെളിച്ചെണ്ണ എത്രയാ? വെളിച്ചെണ്ണ നമുക്ക് ഇത് വറക്കുന്നതിന്റെ ഇതളവ്. അതായത് ഏകദേശം ഒരു വെളിച്ചെണ്ണ നമുക്ക് പറയുവാണെങ്കിൽ ഇതിനൊരു അത്യാവശ്യം ഒരു മുഴുത്ത കപ്പ് വേണ്ടി വരും. മുഴുത്ത കപ്പ് എന്ന് പറഞ്ഞാൽ വലിയ മഗ് കപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്, മുഴുത്ത ടീക്കപ്പ്. മുഴുത്ത ടീക്കപ്പ്. പിന്നെ കടുക് 1/2 ടീസ്പൂണ്. ഉലുവയും ഒരു 1/4 ടീസ്പൂൺ എടുത്തു. അപ്പൊ ഇത്രയാണ് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ. ഞാൻ ഒന്നുകൂടെ പറയാം. പൈനാപ്പിള്, ഇഞ്ചി, തേങ്ങാക്കൊത്ത്, ശർക്കര, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, വാളംപുളി ഒരു നെല്ലിക്കയുടെ വലിപ്പത്തില്, പറഞ്ഞല്ലോ ചുവന്നുള്ളി, വെളുത്തുള്ളി ആവശ്യമെങ്കിൽ, പിന്നെ കറിവേപ്പില, വെളിച്ചെണ്ണ. ഇത്രയും കാര്യങ്ങൾ. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലോ മറ്റേ എന്താണ് സൺഫ്ലവർ എണ്ണയോ എന്ത് വേണേലും, ഈ നിലക്കടല എണ്ണ ഉണ്ട് നല്ലതായിരിക്കും കറിക്ക് യൂസ് ചെയ്യാവുന്ന, എന്ത് വേണേലും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇഞ്ചി ചെറുതായിട്ട് അരിയണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പൈനാപ്പിളും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി ഇങ്ങനെ കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ടേക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താന്ന് ചോദിച്ചാല് ഒരു പാന്, ചീനച്ചട്ടിയോ കടായിയോ പാന് എന്ത് വേണേലും അടുപ്പേ വെക്കുക. വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ നമ്മുടെ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണയല്ലേ അതിന്റെ അകത്ത് 3/4 എണ്ണ ഒഴിക്കാവുള്ളൂ. ഇപ്പൊ ഒരു ടീക്കപ്പ് ആണെങ്കിൽ അതിന്റെ 3/4 ഭാഗം എണ്ണ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുറച്ച് വെള്ളത്തിന്റെ ഈ വാളംപുളി എടുത്ത് അതിലോട്ട് ഇട്ടേക്കണം. ഈ വാളംപുളിയുടെ നമ്മൾ എടുത്തത് അതിലിട്ടങ്ങ് വെച്ചേക്കണം. എന്നിട്ട് ഈ എണ്ണയിലോട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ തേങ്ങ വറക്കണം. എന്നിട്ട് അതൊരു നല്ല ബ്രൗൺസ് ആയിട്ട് കഴിഞ്ഞിട്ട് അത് കോരി വെക്കണം. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇഞ്ചി ഇട്ട് വറുത്ത് കോരി വെക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഉള്ളി വെളുത്തുള്ളി ഇട്ട് വറുത്ത് കോരണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാല് കരിയാപ്പല ഇട്ട് വറുത്ത് കോരി വെക്കുക. അത് ഇത്ര സംഭവങ്ങൾ നമ്മൾ വറുത്ത് കോരി അങ്ങ് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഈ പൈനാപ്പിള് നന്നായിട്ടിട്ട് വഴറ്റണം. ഉണ്ടാക്കും പൈനാപ്പിൾ നമുക്ക് വറക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ അത് വഴറ്റി അത്യാവശ്യം വഴറ്റി
വഴറ്റി ഇങ്ങനെ വരട്ടുക എന്ന് പറയുന്നില്ല, ആ ഒരു കണ്ടീഷൻ ഇത് കൊണ്ടിരണം. അതായത് നമ്മൾ പറയട്ടെ, ഈ നമ്മൾ ഏത്തക്ക ബോളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ആ കുറെ ഭാഗം ഇങ്ങനെ ഫ്രൈ ആയിട്ട് ഈ കുറച്ചൊരു അതിന്റെ ഒരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുകയല്ലേ, ഏത്തക്ക പഴുത്ത ഏത്തക്ക അന്ന് പറഞ്ഞ പോലെ നിൽക്കും. ഈ പൈനാപ്പിൾ നമ്മൾ വറക്കുമ്പോഴേ അപ്പം അത് എന്നിട്ട് നമ്മൾ വറുത്ത് കോരി കഴിയുക. കോരി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല്, ഇതൊരു 10-15 മിനിറ്റേക്ക് ഇത് തണുക്കാൻ വെക്കണം. അപ്പം ഈ വറുത്ത് കോരിയ സംഭവം എല്ലാം കൂടെ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താന്ന് ചോദിച്ചാല്, ഈ തേങ്ങായും ഈ വറുത്ത ഇഞ്ചി, വറുത്ത തേങ്ങ, പിന്നെ ഈ പൈനാപ്പിള്, പിന്നെ ഈ ചുമന്നുള്ളി, വെളുത്തുള്ളി, ഈ കരിയാപ്പില, ഇത്രയും സംഭവം നമ്മൾ ശരിക്കും ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കണം. വേറെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ആ പൊടിക്കുമ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചുപ്പും കൂടി ഇട്ട് അങ്ങ് പൊടിച്ചേക്കണം. ഉപ്പും കൂടെ പൊടിച്ചിത് വെക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഈ നന്നായിട്ട് നമ്മൾ ഇത്ര നേരം ഇട്ടിരിക്കുന്ന ഈ പുളിയില്ലേ, ഈ പുളി നന്നായിട്ട് ഞെരടി പിഴിയണേ. പിഴിഞ്ഞ് നന്നായിട്ട് അതിലെ മുഴുവൻ ഈ പൾപ്പ് ഊരി പോരത്തക്ക രീതിയിൽ അത് ശരിക്കും ഞെരടി കഴിയുമ്പോഴത്തേക്ക് പിച്ചിട്ട് മാറ്റിയിട്ട് അത് അരിച്ചെടുക്കണം. അരിച്ചെടുത്തില്ലേലും കുഴപ്പമില്ല, പുളിയുടെ ആ ഇതിന്റെ പിച്ചിടൊക്കെ ഇല്ല, അതങ്ങ് മാറ്റി വെച്ചാലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ സെയിം പാൻ്റെ അകത്ത് കുറച്ച് എണ്ണയൊക്കെ കാണുമല്ലോ, നമ്മുടെ ആ മറ്റേ എണ്ണ അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഈ മുക്കാൽ എണ്ണ ഈ പാൻ തന്നെ അടുപ്പിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അതിലോട്ട് ആദ്യം ചെയ്യും ഈ ശർക്കരയില്ല, ശർക്കര പൊടിച്ച് വെച്ചിരിക്കുന്നത്, ഈ ശർക്കരയും ഈ പുളിവെള്ളവും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ ഒന്ന് കുറുക്കുന്ന പോലെ വരണം. എന്നിട്ട് കുറച്ച് ഉപ്പൂടെ അതിലിടുക. അപ്പം ആവശ്യമെങ്കിൽ വെള്ളം ചേർക്കാം, ലൂസ് ആവാൻ വേണ്ടി വെള്ളം ചേർക്കാം ഇതിലോട്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാല്, ഈ പൊടിച്ചിരി പിന്നെ നമ്മൾ കുറച്ച് ഇത് പറഞ്ഞില്ലേ, ഈ പൊടികൾ പറഞ്ഞിട്ടില്ലേ, ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും കൂടി ഇതിന്റെ അകത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ മൂപ്പിച്ച് അപ്പൊ അതൊരു നല്ല ആ ഒരു ഇതിന്റെ ഇതെല്ലാം കൂടി പിടിച്ചൊരു ഏകദേശം ഒരു നെറൂണൊക്കെ പോലെ വരുവേ, ഇച്ചിരി കറുപ്പ് മുഖത്താണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല്, ഈ വെച്ചിരിക്കുന്ന പൊടികളില്ലേ, നമ്മൾ ആ പൊടിച്ച് വെച്ച സംഭവം ഇഞ്ചിയുടെ ഒക്കെ കൂട്ട് പൈനാപ്പിളിന്റെ അത് ഇതിലോട്ടിട്ട് ചെടിച്ച് നമ്മൾ ഇളക്കുക. ഇളക്കി ഇതിനെ വരട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, വേറൊരു പാനിലേക്ക്, ഒരു ചെറിയ പാനിലേക്ക് ഈ കടുകും ഉലുവയും കൂടെ ഇച്ചിരി അവാക്കിയിരുന്ന എണ്ണയില്ലേ, നമ്മൾ പറഞ്ഞില്ലേ ഒരു 1/4 ഭാഗം വെക്കണമെന്ന്, ആ എണ്ണ വെച്ചിട്ട് നമ്മള് ഒഴിച്ച് ചൂടാക്കി കഴിയുമ്പോ ഈ കടുകും മറ്റേ ഇത് സംഭവം കൂടെ ഇല്ലേ, ഉലുവയും കൂടെ വറക്കണം. എന്നിട്ട് ആ വറത്തിട്ട് ആ എണ്ണയോട് കൂടി തന്നെ നമ്മുടെ ഈ കൂട്ടിലോട്ട് ഒഴിക്കണം, നമ്മൾ ഇപ്പുറത്തെ ഈ പാനിലോട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ശരിക്കൊന്ന് കുറുക്കിയെടുത്ത് ഒരു നല്ല ബ്രൗൺ, അതായത് ബ്ലാക്ക് കരിക്ക് പോലെ കറക്കരുത്, നമുക്കറിയാമല്ലോ ഇഞ്ചിയുടെ ആ കളർ അറിയാമല്ലോ, ഒരു ഡാർക്ക് ബ്രൗൺ ഇരുന്ന ആ സമയത്ത് ഇത് വാങ്ങിയെടുത്ത് വെച്ചാൽ മതി. അപ്പൊ അതാണ് നല്ല ഇഞ്ചിക്കറി, സ്വാദിഷ്ടമായ പൈനാപ്പിൾ പുളിയിഞ്ചി അല്ലേ. എന്നിട്ട് വാങ്ങി വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ മറന്നുപോയി, കായപ്പൊടിയും കൂടെ ഒന്ന് വിതറി ഒന്ന് ഇളക്കിയേക്കണം. അടിപൊളി. ഓക്കെ, അപ്പൊ അതിനകത്തൊരു എരിവും പുളിയും മധുരവും ഇഞ്ചിയുടെ ആ ഒരു അല്ലേ, എല്ലാ ഒരു ആ ഒരു ഫീലും കൂടെ ഒക്കെ വരുമ്പോ ഒരു വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. കേട്ടപ്പോ തന്നെ കൊതി വരുന്നു. വാഴയിലയുടെ ചുണ്ടയിലോട്ടൊന്ന് വിളമ്പി നോക്കണം, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ചോറിന്. ഇലയിലോട്ട് ഇതങ്ങോട്ട് വെച്ചിട്ട് ഇലയുടെ ടേസ്റ്റ് ഇതും കൂടെ ഒന്ന് കഴിച്ചു നോക്കണം. അടിപൊളി അടിപൊളി. അതങ്ങനെ ആ ഇലയിലല്ലേ, ആ ചൂടോടുകൂടി ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ വെച്ച് അതിങ്ങനെ ഒന്ന് തൊട്ട് നക്കുന്ന ഒരു കാര്യം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് പലർക്കും ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഇതൊക്കെ കുറിച്ചിടേണ്ടതെല്ലാം കുറിച്ചിട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനി എന്തായാലും നമ്മൾ ഇനിയിപ്പം പൈനാപ്പിൾ പുളിയിഞ്ചി കറി നമ്മൾ കേട്ടു, അതിൻ്റെ എങ്ങനെയാണ് അത് പാകം ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടു. ഇനി അടുത്ത ഐറ്റംസ് എന്തൊക്കെയാണ്, മെർലിൻ ചേച്ചി ഓണം സ്പെഷ്യൽ ഡിഷസ് ഏതൊക്കെ എന്നുള്ളത് നമുക്ക് കേൾക്കാവേ പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction,
കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് നമ്മുടെ പഴമക്കാര് പറയുന്നത്. അത് നമ്മൾ അച്ചട്ടായിട്ട് നമ്മളത് പാലിക്കാറുണ്ട് അല്ലേ. ഓണം അല്ലെങ്കിൽ തിരുവോണം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അന്നത്തെ ഓണസദ്യ എന്ന് പറഞ്ഞത്. നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് അതിന് അരിഞ്ഞ് അത് നുറുക്കി അത് ശരിയാക്കി എന്നിട്ട് തൂഷനില വിരിച്ച് അതിനകത്ത് ഉപ്പേരി തൊട്ട് നമ്മുടെ അവസാനം വരുന്ന ഐറ്റം വരെ നമ്മളത് വെച്ച് അത് പാകം ചെയ്ത് അത് കഴിച്ച് വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ ലെവലിൽ തന്നെയാണ്. ആ സന്തോഷം ഒന്ന് ഇരട്ടിയാക്കണമെങ്കിൽ ഒരു ടിപ്പുണ്ട്. അതായത് നമ്മൾ കണ്ടുവരുന്ന കഴിച്ചു വരുന്ന നമ്മൾ അറിഞ്ഞിട്ടുള്ള സ്വാദല്ലാതെ ചില പ്രത്യേക സ്വാദും കൂടെ നമുക്ക് ആ കൂട്ടത്തിലൊന്നും ആഡ് ഓൺ ചെയ്താലോ. ആ ചില സ്വാദുകൾ പറയാനായിട്ട് ഇതേ നമ്മുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. മെർലിൻ ചേച്ചിയാണ്. മെർലിൻ കല്ലുപറമ്പിൽ ഫ്രം പാല. ചേച്ചി, നമ്മളതേ പൈനാപ്പിൾ പുളിയിഞ്ചിക്കറിയുടെ സ്വാദ് നമ്മളിതേ ഇങ്ങനെ മനസ്സിലാക്കി നാവിൽ ഇങ്ങനെ ആ രുചി എന്തായിരിക്കും എന്നുള്ളൊരു ആലോചനയിലാണ്. അപ്പം ഇനി അടുത്ത ഏത് രുചിയിലേക്കാണ് നമ്മൾ പോകുന്നത്? നമുക്ക് സദ്യക്ക് പ്രധാനപ്പെട്ട ഒരു ഐറ്റംസ് വരുന്നത് നമുക്ക് കിച്ചടിയാണ്. അപ്പൊ പച്ചടി കിച്ചടിയും ഇങ്ങനെ രണ്ട് ഇതിൽ പറയുവേ. പക്ഷെ ഇതിനകത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്റെ ഗ്രാൻഡ് മദർ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു കേട്ടുണ്ട്. ഈ കടുക് അരയ്ക്കുന്നത് കിച്ചടി, കടുക് അരയ്ക്കാത്തത് പച്ചടിയുമാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ചിലതിന് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേന് ഈ കടുക് അരയ്ക്കുന്നതിനാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ സ്പെഷ്യലായിട്ട് ഞാനിപ്പോ ഒരെണ്ണം കണ്ടിരിക്കുന്നത് വാഴക്കൂമ്പ്, അതായത് ചുണ്ടെന്ന നമ്മുടെ ഇവിടെ പറയുന്നത് കൂമ്പെന്നും പറയും. രണ്ട് ഇതിൽ ഇങ്ങനെ പറയുവേ. അപ്പൊ നമുക്ക് അത് വെച്ചൊരു കിച്ചടി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാ കേട്ടോ. വാഴക്കൂമ്പ് കിച്ചടി അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഈ ചുണ്ട് ശരിക്കും ഏത്തവാഴയുടെ ഇച്ചിരി വലുതായിരിക്കുമല്ലോ. ശരിക്കും ഞാനിപ്പൂവാഴയുടെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഏത്തവാഴയുടെ വെച്ച് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയവര് പറഞ്ഞു എന്നോട്. അപ്പൊ നമ്മളിത് ചെയ്യേണ്ടത് ഇതിന്റെ അകത്തെയാ നല്ല കാമ്പെടുക്കണം. അതായത് പുറത്തെയാ ഒരു മെറൂണോ ബ്രൗണോ അങ്ങനെ കൂടിയ ഒരു കളർ ഉണ്ടല്ലോ, ഒരു പർപ്പിൾ എന്ന് പറയാം, അങ്ങനെ ആ കളറിലെ ഒരു സംഭവം ഉണ്ടല്ലോ. അതെല്ലാം കൂടെ കുറെ നമ്മളങ്ങ് പൊളിച്ചു മാറ്റി കഴിയുമ്പോൾ ഒരു വെള്ള പോലെ വരുന്നത്, വെള്ള ഇച്ചിരി ലൈറ്റ് മെറൂണും വെള്ളയും കൂടെ ഒക്കെ വരുന്ന ഇതിന്റെ അകത്തെ ഉൾഭാഗം വരും. അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് പൊളിക്കണ്ട, കുറച്ച് ഒരു പകുതി കൂടുതൽ പൊളിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ആ ചുണ്ടിന്റെ വലിപ്പം അനുസരിച്ചാ കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് നമ്മൾ കൊത്തി അരിയണം. ആ സംഭവം എടുത്തിട്ട് കൊത്തി അരിയണം. കൊത്തി അരിഞ്ഞിട്ടത് എണ്ണ പരട്ടി വെക്കണം. അപ്പൊ ഇത് ഒന്ന് കഴുകിയിട്ട് വേണം കൊത്തി അരിയാൻ. എന്നിട്ട് അതേലെ എണ്ണ പരട്ടി വെക്കണം. അത് വെളിച്ചെണ്ണയോ പാം ഓയിലോ സൺഫ്ലവർ ഓണോ എന്ത് വേണേലും ചെയ്യാം. അതേലെ ശകല ഒരു ഉപ്പ് നീരും കൂടി ഇട്ട് അങ്ങത് പരട്ടി വെച്ചാൽ ഒന്നുകൂടി കറ ചൊവയ്ക്കാണ്ടിരിക്കുക. അതങ്ങനെ നമ്മൾ അരിഞ്ഞു വെക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് തേങ്ങയാണ്. തേങ്ങ കുറച്ചൊരു കപ്പ് ചിരണ്ടി എടുക്കുക. ഒരു ഒരു കപ്പ് തേങ്ങ ചിരണ്ടി എടുക്കുക. പിന്നെ തൈരും ആ ഒരു സെയിം കപ്പ് വേണേ. പിന്നെ പച്ചമുളക് ഒരെണ്ണം, കറിവേപ്പില 2 തണ്ട്, കടുക് 1 നുള്ള്, ഉലുവയും 1 നുള്ള്, പിന്നെ ചുവന്നുള്ളി ഒരെണ്ണം, കുറച്ച് പഞ്ചസാര, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും മതി. പിന്നെ വെളുത്തുള്ളി ഒരല്ലി, വെളുത്തുള്ളി ചേർക്കുന്നവര് ഒരല്ലി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി. ഞാൻ ഒന്നുകൂടെ പറയണോ എന്തൊക്കെയാ വേണ്ടത്? ഒരു ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി ഒരെണ്ണം, ഒരു പച്ചമുളക്, 2 ചുവന്നുള്ളി, പിന്നെ 1 കപ്പ് തൈര്, 1 കപ്പ് തേങ്ങ, പിന്നെ ഈ കുഞ്ഞു ചുണ്ടിങ്ങനെ കൊത്തി എരിഞ്ഞു വെച്ചത്, 1 നുള്ളു പഞ്ചസാര, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, അത്രയും മതി. കടുക് ഉലുവ ഓരോ നുള്ളു വീതം, അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പാൻ വെക്കുക, ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാവുമ്പോഴത്തേക്കിന് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് ആ 1 നുള്ളു കടുകിന്ന് ഒരിത്തിരി കടുക് മാറ്റി വെച്ചിട്ട് ബാക്കി കടുക് എടുക്കുക. കടുകും ഉലുവയും കൂടി ഇട്ട് വറക്കണം. വറുത്തിട്ട് നമ്മൾ അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ മറന്നുപോയി പറയാനായിട്ട്. തേങ്ങായും പച്ചമുളകും ചുവന്നുള്ളി വെളുത്തുള്ളിയും ആ ചക്കലം കടുകും കൂടെ നല്ലപോലെ അരച്ചെടുക്കണം. ഇഞ്ചി സംഭവം നന്നായിട്ട് അരച്ചെടുക്കണം മിക്സിയിലിട്ട്. ആ അരത്തോടെ വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി കടുകും ഉലുവയും കൂടി ഇട്ട് വറക്കുക. കറിവേപ്പിലയും കൂടെ അത് മൂക്കുമ്പോൾ ഇട്ട് വറുത്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച ചുണ്ട്, ശകല ഉപ്പ് പരട്ടിയതാണല്ലോ, അപ്പൊ ആ ചുണ്ടും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റി ഇത് നന്നായിട്ട് വഴന്നു വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ അരച്ച അരപ്പിന്റെ 1/4 ഭാഗം കൂടെ ചേർത്ത് വഴറ്റണം. തേങ്ങ അരപ്പിന്റെ. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് വെക്കുക. ആ പഞ്ചസാര നമ്മൾ പറഞ്ഞല്ലോ, ആ പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കുക. അപ്പൊ ഉപ്പും പഞ്ചസാരയും ഇത് വരും. എന്നിട്ട് നമ്മൾ തൈര് ഒഴിക്കുക.
തൈരൊഴിച്ച് ഇതങ്ങ് ഇളക്കുക. അത് തിളക്കരുത്, ഇത്തിരി ചൂടാവുള്ളൂ. തിളച്ച തൈര് പിഴിഞ്ഞു പോകും. ഓക്കെ. എന്നിട്ട് ആ ചൂടായി വരുമ്പോഴത്തേക്കിന് ഈ ബാക്കി അരപ്പും കൂടെ നമ്മളിട്ട് ഇളക്കി വാങ്ങി വെക്കുക. കിച്ചടി റെഡിയായി. കിച്ചടി റെഡി. എന്ത് പെട്ടെന്നല്ലേ കിച്ചടി സെറ്റ് ആയത്. ഈസി ആയിട്ടുള്ള കിച്ചടി അത്. ഓക്കെ, ഈസി ടേസ്റ്റി കിച്ചടി, വാഴക്കൂമ്പ് കിച്ചടി അല്ലെങ്കിൽ നമ്മുടെ ചുണ്ട് കിച്ചടി അല്ലേ? വാഴച്ചുണ്ട് കിച്ചടി. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ ഇപ്പം എന്തായാലും ഈ ഐറ്റംസ് എല്ലാം നമ്മുടെ വീട്ടുവളപ്പിലുള്ളത് തന്നെയാണ്. അതായത് നമുക്ക് ചുണ്ടുണ്ട് അല്ലെങ്കിൽ അത് നമുക്ക് വാങ്ങാൻ കിട്ടും. ഓണത്തിന് എന്തായാലും നമ്മൾ ഐറ്റംസ് വാങ്ങുന്നുണ്ട്. അപ്പം ഇതിനും കൂടെ കൂട്ടി വാങ്ങും. ഇപ്പം സാധാരണ നമ്മൾ പൈനാപ്പിൾ കിച്ചടി നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? അങ്ങനെയുള്ള കിച്ചടി. അതെ അതെ. അപ്പം അതിൽ നിന്നൊരു വെറൈറ്റി ടേസ്റ്റ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ട്രൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ് വാഴക്കൂമ്പ് കിച്ചടി എന്നുള്ളത്. മെർലിൻ ചേച്ചി സ്പെഷ്യൽ ഐറ്റം നമ്മളോട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം തൊടുകറികളൊക്കെ നമ്മളിപ്പോൾ ഒന്ന് പരിചയപ്പെട്ടു, അതിലെ സ്പെഷ്യാലിറ്റീസ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി ചേച്ചിയുടെ കയ്യിലുള്ള ചില ഐറ്റംസ് ഇച്ചിരി ഹെവി ഐറ്റംസ് ആണ്. നമുക്ക് നേരെ ഇനി പായസങ്ങളിലേക്കാണ് പോകുന്നത്. പായസങ്ങളിൽ വന്നിട്ടുള്ള ചില വ്യത്യസ്തതകൾ അല്ലെങ്കിൽ വെറൈറ്റീസ് ആണ് ഇനി മെർലിൻ ചേച്ചി സ്പെഷ്യൽ ഉള്ളത്. അതെന്താണ് എന്നുള്ളത് പാട്ടുകൾക്ക് ശേഷം മാത്രമേ വെളിപ്പെടുത്തത്തുള്ളൂ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM ഓണം സ്പെഷ്യൽ SK ജംഗ്ഷനില് സ്വാദൂറും രുചി വിഭവങ്ങൾ ദേ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിൽ ഇതൊക്കെ നമ്മളിങ്ങനെ കഴിച്ച് വയറും നിറഞ്ഞ് മനസ്സും നിറച്ചു ഇരിക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചോറും നമ്മൾ തൊടുകറിയൊക്കെ കഴിച്ചു. ഇനി ലേശം പായസം അങ്ങോട്ട് ആയാലോ. അപ്പോൾ പായസത്തിൻ്റെ വിവിധ ഇനം പായസ ഐറ്റംസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഓക്കെ ചേച്ചി, നമുക്ക് നമ്മുടെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന പാൽ പായസത്തിലേക്ക് നമുക്ക് പോവാം. അതിനുശേഷം ചേച്ചിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, അത് റിവീൽ ചെയ്താൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മെർലിൻ ചേച്ചി ഓക്കെ അല്ലേ? പാൽ പായസത്തിലേക്ക് പോയാലോ? പാൽപ്പായസത്തിലേക്ക് പോവാം. അപ്പൊ പാൽപ്പായസം നമ്മൾ സാധാരണ സദ്യക്ക് 2 പായസം വെക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞൊക്കെ വരുമ്പം ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടില് ഒരു പായസം വെക്കത്തുള്ളൂ ഓണത്തിന്, ഈ ചെറുപയർ പരിപ്പ്. അപ്പൊ ഞങ്ങളുടെ വീട്ടില് എന്റെ ഗ്രാൻഡ് ഫാദർ, ഞങ്ങൾ ഈ ട്രഡീഷണൽ അങ്ങനെ പരമ്പരാഗത രീതിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്റെ വീട്ടുകാര്. എന്റെ വീട്ടിൽ എന്റെ വല്യപ്പൻ, അതിന്റെ വല്യപ്പന്റെ അമ്മ വരെ എന്റെ ഓർമ്മയിലുണ്ട് കേട്ടോ. അപ്പം ഞങ്ങള് ഈ പയർ പായസം ഉണ്ടാക്കും, ശർക്കര പായസം. അത് ഏതെങ്കിലും ഐറ്റം പായസമായിരിക്കും ശർക്കര ചേരുന്നതും. ഈ പാല് കൊണ്ടുള്ള പായസവും ഞങ്ങൾ ഉണ്ടാക്കും. ഈ 2 പായസമായി. അപ്പം പാൽ പായസം എന്ന് പറയുന്നത്, അപ്പൊ കേരളത്തിലെ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാൽ പായസം ഏതാണെന്നറിയാവോ? എല്ലാരും ഇന്ന് പറയുന്നത് അമ്പലപ്പുഴ. എല്ലാരും ഈ അമ്പലപ്പുഴ പാൽ പായസം എന്നാണ് നമ്മുടെ കേരളത്തിലെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ഇത്. അപ്പൊ നമുക്ക് അതിന്റെ മോഡൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിയത്തില്ലെങ്കിലും അതിന്റെ മോഡൽ ഒരു പാൽ പായസം പറയാം. അത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കുന്നതും എന്റെ ഇതും കൂടെ ഒക്കെ വെച്ച് ഞാൻ ഡെവലപ്പ് ചെയ്തതാണ്. ഇപ്പൊ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അടിപൊളി അടിപൊളി. പാൽ പായസം വീട്ടിലല്ലേ? അമ്പലപ്പുഴ പാൽ പായസത്തിന്റെ രുചിയോട് അടുത്ത് വരുന്ന പാൽ പായസം എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം? അപ്പൊ ഇതിന് വേണ്ടത് പായസം അരി, അതായത് ഈ പട്ടുനെല്ല് കുത്തി അരി അറിയോ? പണ്ടൊക്കെ അങ്ങനെ നെല്ല് കുത്തി എടുക്കുകയാണ്. എന്റെ മമ്മിയുടെ വീട് കുട്ടനാടാണ്. അപ്പൊ ഈ പട്ടുനെല്ല് കുത്തി അരി കിട്ടുവേ. അപ്പൊ ഈ പട്ടുനെല്ല് കുത്തി അരി അപ്പൊ അത് വേണം. ഇപ്പൊ നമുക്ക് അവിടെ പായസവരി എന്ന് പറയുമ്പോ അതാ വരുന്നത്, പുന്നല്ലരിന്നോ അങ്ങനെയൊക്കെ പറയുന്നു. നമ്മള് പായസവരി എന്ന് ചോദിച്ചാൽ അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും അത് കേട്ടോ. അപ്പൊ ആ അരി നമുക്കിപ്പോ ഏകദേശം നമുക്കൊരു 5-6 ഗ്ലാസ്സിനുള്ള ഇത് വെച്ചാ ഞാൻ പറയുന്നത്. അപ്പൊ ആ അരി നമുക്കൊരു 1/4 കിലോ. 1/4 കിലോ മീൻസ് 250 ഗ്രാം. ഇനി 150 ആയാലും ആളിന്റെ അളവനുസരിച്ച്. പിന്നെ നമുക്ക് വേണ്ടത് അതിന്റെ കൂടെ വേണ്ടത് 150 ഗ്രാം, അതായത് 250 ഞാൻ പറയുന്നത് കേട്ടോ. ഒരു 75-100 ഗ്രാം ഇത് ചൗവരി. 100 ഗ്രാം വരെ നമുക്ക് എടുക്കാം ചൗവരി. പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡിന്റെ മിൽക്ക് മെയ്ഡ് നമുക്കൊരു 50 ഗ്രാമിന്റെയോ 100 ഗ്രാമിന്റെ 75 ഗ്രാമിന്റെ ഒരു ടീം ഇരുന്നോട്ടെ മിൽക്ക് മെയ്ഡ്. പിന്നെ ഒരു കവർ പാല്, അതായത് 1/2 ലിറ്റർ പാല്. പിന്നെ നമ്മള് ഈ പാൽ പായസത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് ഏലക്കപ്പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ, ചുക്കുപൊടി ചേർക്കത്തില്ല പായസത്തിന്, ഏലക്കപ്പൊടി. അപ്പൊ ഏലക്കയുടെ ഈ തോട് കളഞ്ഞിട്ട് കുറച്ച് അരി നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. അത് ദിവസം 1 ടീസ്പൂൺ എടുക്കണം, 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് കുറച്ച് കറുത്ത മുന്തിരിങ്ങയില്ലേ, മറ്റേ കിസ്മിസ് അല്ല, വെള്ള കിസ്മിസ് അല്ല, കറുത്ത കിസ്മിസ് നന്നായിട്ട് അത് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ എടുക്കും. പിന്നെ കശുവണ്ടി
ഒരു 2 ടേബിൾ സ്പൂൺ. അത് കുറഞ്ഞാലും ഇപ്പൊ 2 ടീസ്പൂൺ ആയാലും പിന്നെ മറ്റേത് ഒരു 3 ടീസ്പൂൺ ആയാലും അതൊന്നും ഇതില്ല. എങ്കിലും ഒരു 2 ടീസ്പൂൺ ടേബിൾ സ്പൂൺ വരെ പോയില്ലെങ്കിലും ടീസ്പൂൺ ആവുമ്പോ ഏകദേശം ഇത്ര കടിക്കാൻ കിട്ടുമല്ലോ. അത് പിന്നെ ഞാൻ ചേർക്കുന്നത് ഇതിനൊരു രസത്തിന് വേണ്ടി ഞാൻ ഇത് വാങ്ങി വെച്ച് കഴിയുമ്പോ ഞാൻ ഒരു 5-6 ചെറീസ് ഇങ്ങനെ ഞുറുക്കി ഇത് മുകളിലിട്ട് രസത്തിന് വേണ്ടി, ആ രസത്തിന് വേണ്ടി. പിന്നെ പഞ്ചസാര, നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒത്തിരി പഞ്ചസാര വേണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണേ. പിന്നെ മധുരം കൂടുതലുള്ളവർക്ക് മധുരം ഇടാം. അപ്പൊ നമ്മൾ ഇത് ചെയ്യേണ്ടത് ഈ അരി ഒന്ന് കുതിർത്ത് 2 മണിക്കൂർ ഈ വെള്ളത്തിൽ വെക്കണം. വെള്ളം ഒഴിച്ച് എന്നിട്ട് ഈ പായസരി കഴുകി അത് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ചൗരിയും കൂടി ഇടണം. കുറച്ച് നമ്മുടെ ഏലക്കപ്പൊടി ഇപ്പൊ 1 ടീസ്പൂൺ ആണെങ്കിൽ അതിന്റെ പകുതി ഈ പഞ്ചസാര, അതായത് നമ്മൾ 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞില്ല, അതിന്റെ പകുതി ഇട്ട് ഈ പാലിന്റെ പകുതി ഇതിലോട്ട് ഒഴിക്കണം. ഈ നമ്മൾ 1/2 ലിറ്റർ പാലില്ല ഞാൻ പറഞ്ഞ ആ പാലിന്റെ പകുതി, അതായത് ഇപ്പൊ ഒരു 8 തുടമാണ് 1/2 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 4 തുടം പാല് നമ്മൾ ഒഴിച്ചിട്ട് ഈ 4-5 തുടം വെള്ളം ഒഴിക്കണം ആ പാലിന്റെ അകത്തോട്ട്. എന്നിട്ട് ഒരു കുക്കറിൽ വെച്ച് ഒരു 4-5 അടി ആവുമ്പോഴത്തേന് ഇത് നല്ലപോലെ ഉടഞ്ഞു വരും. 4 അടി ഏലക്ക ഇത് അങ്ങനെ വരും. ആ സമയത്ത് നമ്മൾ ഇത് വാങ്ങിയെടുക്കണം. വാങ്ങി വെച്ചിട്ട് നല്ലപോലെ അത് അങ്ങനെ ഒരു നല്ലപോലെ ഉടച്ചൊന്നും ഉടഞ്ഞെടുക്കണം. തവിയിട്ട് ആ കുക്കറിൽ തന്നെ ഇത് ഇരുന്നോട്ടെ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ വെച്ചിട്ട്, ഞാനൊരു കാര്യം പറയാൻ മറന്നു, ഈ നെയ്യ് കേട്ടോ, നെയ്യ് മറന്നു പോയി പറയാതെ. നെയ്യ് 1 ടേബിൾ സ്പൂൺ കേട്ടോ. നെയ്യ് വേണം, അത് ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ, സോറി. അപ്പൊ ഇത് നമ്മൾ ഒരു പാനിലേക്ക് ഈ നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ച് ചൂടാക്കി കഴിയുമ്പോൾ ഈ കശുവണ്ടി, ഈ നമ്മുടെ കറുത്ത ഉണക്കമുന്തിരിങ്ങയും കൂടെ വറുത്തെടുക്കണം. വറുത്ത് കോരി വെക്കണം. കോരി ഇല്ലേലും കുഴപ്പമില്ല, അതവിടെ നെയ്യ് തന്നെ കിടന്നോട്ടെ. എന്നിട്ട് നമ്മൾ ഈ പായസത്തിലേക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ പായസത്തിൽ ബാക്കി പാലും ഈ നമ്മളെ ഇട്ടിരിക്കുന്ന ഈ കിസ്മിസ്, നട്ട്സ്, കിസ്മിസ് അല്ല മറ്റേ കറുത്ത മുന്തിരിങ്ങ, വായി കിസ്മിസ് വന്നതാണ്. അപ്പൊ ഇത്രയും ഈ ഏലക്കാപ്പൊടിയും കൂടെ വീണ്ടും അതിന്റെ അകത്തോട്ട് ഇട്ടൊന്ന് ബാക്കി ഇരിക്കുന്ന ഏലക്കാപ്പൊടി ഇല്ലേ, അപ്പൊ ഈ കശുവണ്ടിയുടെയും ഉണക്കമുന്തിരിങ്ങയുടെയും പകുതി പാകവേ എടുക്കാവുള്ളേ. നമുക്ക് അത് ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയാ. അപ്പൊ ഇത്രയും നമ്മള് ഇതിന്റെ അകത്തോട്ട് ഒഴിച്ച് ഈ പാലിനും കൂടെ ഒഴിച്ചൊന്ന് തിളക്കണം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കണം കേട്ടോ. തിളച്ച് വരുമ്പോഴത്തേക്കിന് ഈ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കണം. ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി അതൊന്ന് ചൂടാകുന്നെന്ന് കാണുമ്പോഴേ കുക്കർ നമ്മുടെ പാത്രം ഓഫ് ചെയ്യണം. അത് തിളക്കരുത് അധികം. ഈ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളക്കരുത്. നമ്മളെല്ലാ പായസവും ഉണ്ടാക്കുമ്പോഴും ഇതിന്റെ 1ാം പാല് ചേർക്കുമ്പോൾ അത് തിളക്കരുത്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അന്നേരം വാങ്ങി വെക്കുക. സ്വാഭാവികമായിട്ടുള്ള ആ ചൂടിൽ തന്നെ ഇതങ്ങ് ലയിച്ചു പൊക്കോളും. എന്നിട്ട് നമ്മൾ ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞ് പഞ്ചസാര ആവശ്യമാണെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് മധുരം ഉണ്ടെങ്കിൽ ബാക്കി പഞ്ചസാരയും കൂടി ഇട്ട് നമ്മൾ അങ്ങ് ഇളക്കി വെക്കണം. അപ്പൊ ഒരു നല്ല മധുരം വരുവേ. എന്നിട്ട് ബാക്കി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അതിന്റെ മുകളിലോട്ട് താളിച്ച് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നത്, ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്, ഈ ചെറീസ് വിളമ്പാൻ നേരം ഇതിലൊന്ന് ഒരു ചുമപ്പ് കിട്ടട്ടെന്നൊന്ന് അരിഞ്ഞ് അതിലൊന്ന് വിതറിയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. അത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ നല്ല കുറുക്കായിട്ടുള്ള ഈ പാൽപ്പായസം റെഡിയാ. അടിപൊളി, ഒരു അമ്പലപ്പുഴ പാൽപ്പായസം അല്ലേ. പിന്നെ നമുക്ക് വേണ്ടുന്ന വേറൊരു പരിപാടി ഞാൻ കാണിക്കാറുണ്ട്. പഞ്ചസാര കാരാമൽ ചെയ്ത് അതിന്റെ പുറത്തൊന്ന് ഒഴിക്കുമ്പോഴും അതും ഒരു രസം തോന്നും കേട്ടോ. കാണാനും രസം, കഴിക്കാനും ഒരു ഇച്ചിരി ടേസ്റ്റ്. അടിപൊളി അടിപൊളി. ഓക്കെ, അങ്ങനെ നമ്മുടെ പാലും നെയ്യും മിൽക്ക് മെയ്ഡും ഏലക്ക പൊടിച്ചതും നമ്മുടെ പച്ചനെല്ല് കുത്തരിയും കൂടെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അമ്പലപ്പുഴ പാൽപ്പായസത്തിനോട് ഒത്തു നിൽക്കുന്ന നമ്മുടെ മെർലിൻ ചേച്ചി സ്പെഷ്യൽ പാൽപ്പായസത്തിന്റെ റെസിപ്പിയാണ് നമ്മൾ കേട്ടത്. അതെങ്ങനെ നമുക്ക് പാകം ചെയ്യാം എന്നുള്ളതും കേട്ടു. ഇനി മെർലിൻ ചേച്ചിയുടെ കയ്യിൽ 2 പായസം കൂടി ഉണ്ട് അല്ലേ? ഇതൊരു എളുപ്പത്തിൽ ഒരു പാൽപ്പായസം തന്നതാണ്. വേറെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പാൽപ്പായസം പല ടൈപ്പിൽ ഉണ്ടാക്കാം. ഇത് നമുക്ക് സാധാരണ നോർമലി ചെയ്യാവുന്ന രീതിയിൽ. ഇതൊരു നോർമൽ പായസമെങ്കിൽ ഇനിയിപ്പം നോർമൽ അല്ല, കുറച്ചും കൂടെ കിഡിലനായിട്ടുള്ള 2 പായസം നമ്മുടെ കയ്യിലുണ്ട്. അതെന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം. കൂടെ ജോ ആണുള്ളത്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM ഓണം സ്പെഷ്യൽ SK ജംഗ്ഷൻ ആണ്. കൂടെ ജോ ആണുള്ളത്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് പാചക റാണി മെർലിൻ
കല്ലുപറമ്പിൽ ഫ്രം പാല. മെർലിൻ ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് TV ചാനൽസിൽ ചിലപ്പോൾ കണ്ടു പരിചയമുണ്ടായിരിക്കും, അല്ലെങ്കിൽ മാഗസീൻസിൽ ഈ ഒരു ഫോട്ടോ കണ്ടു പരിചയമുണ്ടായിരിക്കും. മാത്രമല്ല മത്സരങ്ങളിൽ, ഇപ്പോൾ പാചകം റിലേറ്റഡ് ആയിട്ടുള്ള മത്സരങ്ങളിലൊക്കെ മത്സരിച്ച് അവിടെയൊക്കെ വിജയം കൈവരിച്ചിട്ടുള്ള നമ്മുടെ പാചക റാണി മെർലിൻ ചേച്ചിയാണുള്ളത്. മെർലിൻ ചേച്ചിയുടെ ഓരോ വിഭവങ്ങൾ, പൈനാപ്പിൾ പുളിയിഞ്ചി, വാഴക്കൂമ്പ് കിച്ചടി, ഇനി പാൽ പായസം നമ്മൾ കേട്ടു. ഇനി അടുത്തത് എന്താണ് സ്പെഷ്യൽ പായസം എന്ന് നമുക്ക് കേട്ടറിയാം. ചേച്ചി, ഏതാണ് ഇനി അടുത്ത പായസം? ഏതാ? മിക്സ്ഡ് ഫ്രൂട്ട്സ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ. പൊളിച്ചു. ഇതിന്റെ അകത്ത് ഡ്രൈ ഫ്രൂട്ട്സും ഫ്രഷ് ഫ്രൂട്ട്സും കൊടുക്കുക. അപ്പൊ നമുക്ക് വേണ്ടത് മാമ്പഴം. മാമ്പഴം നല്ലപോലെ പഴുത്തത് ഒരെണ്ണം വേണം, അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള മാമ്പഴം. പിന്നെ ഏത്തക്ക, ഒരു ഏത്തപ്പഴം ഒരെണ്ണം, അത് നന്നായിട്ട് പഴുത്തതായിരിക്കണം. ഇത്ര ഈ പഴുത്ത് ഒത്തിരി കറുത്തതല്ലെങ്കിൽ ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. ഏത്തപ്പഴമേ പുഴുങ്ങിയെടുക്കുമ്പോ ഇത്തിരി ടേസ്റ്റ് വരും കേട്ടോ. ആ പച്ചപ്പ് കറയവയൊന്ന് മാറി കിട്ടും. പിന്നെ വേണ്ടത് ഈന്തപ്പഴം. ഈന്തപ്പഴം ഒരു 10 എണ്ണം ഇങ്ങനെ കുരു കളഞ്ഞ് അരിഞ്ഞു വെക്കണം. ഈ മാങ്ങായും തൊലി ചെത്തിയിട്ട് അരിഞ്ഞു വെക്കുക. ഏത്തപ്പഴം നന്നായിട്ട് ഒത്തിരി അങ്ങോട്ട് പഴുത്തതാണെങ്കിൽ ഇത് ബോയിൽ ചെയ്യണ്ട, പുഴുങ്ങണ്ട. ഇങ്ങനെ ഒരു കറുത്ത തൊലിയുള്ള ഒരു ടൈപ്പ് ഇല്ല, ഇങ്ങനെ അതാണെങ്കിൽ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അതിന്റെ ആ പിളർന്നിട്ട് കഴിഞ്ഞിട്ട് ആ കുരു നാരും ഒക്കെ ഒന്ന് മാറ്റിയാൽ മതി. പുഴുങ്ങി എടുത്തിട്ട് ഇതാറി കഴിഞ്ഞിട്ട് പുഴുങ്ങിയിട്ട് സെയിം ആ കുരു നാരും കളഞ്ഞിട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. മാമ്പഴം ഏതായിരിക്കും ഏറ്റവും നല്ലത്? മാമ്പഴം എടുക്കുവാണേ മാമ്പഴം ശരിക്കും പറഞ്ഞാല് എനിക്ക് ശരിക്കും അൽഫോൻസ മാങ്ങ എന്നൊക്കെ പറയും. പിന്നെ വെച്ചക്കട്ടിയുള്ള മാങ്ങ. മാമ്പഴം ഏതായാലും കുഴപ്പമില്ല. നമ്മള് കടയിൽ വാങ്ങുന്നതും പിന്നെ നമ്മുടെ ഇതില്ലേ മൂവാണ്ടൻ മാങ്ങ, വെള്ള മൂവാണ്ടൻ മാങ്ങയും നല്ലതാ കേട്ടോ. നാടൻ മാങ്ങാപ്പഴമാണെങ്കിൽ പക്ഷെ ഈ സമയമാകുമ്പോ നാടൻ മാങ്ങയുടെ ആ സീസൺ കഴിഞ്ഞു. നമുക്ക് നാടൻ മാങ്ങാപ്പഴമാണെങ്കിൽ 4 എണ്ണം ഒക്കെ ഇടാം. ചെറിയ നാടൻ മാങ്ങ ആയിട്ട് ഇവിടെ വീട്ടിലൊക്കെ ഇവിടെ പലയിൽ നിൽക്കുന്ന ആ ടൈപ്പ് 4 എണ്ണം ഒക്കെ വേണ്ടി വരും കേട്ടോ, നമ്മുടെ ഈ അളവ് കിട്ടണം. പിന്നെ ഈ അത്തിപ്പഴം ഇച്ചിരി കോസ്റ്റ്ലിയാ, ഇല്ലേലും കുഴപ്പമില്ല ഉണ്ടേലും കുഴപ്പമില്ല. അത്തിപ്പഴമാണെങ്കിൽ ഒരു 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഡ്രൈ ഫ്രൂട്ടാ. പിന്നെ വേണ്ടത് നമ്മുടെ കറുത്ത മുന്തിരിങ്ങ ഇല്ലേ, അത് കറക്റ്റ് കറുത്ത മുന്തിരിങ്ങ ഇതിന്റെ അകത്ത് വരുമ്പോ കറക്റ്റായിട്ട് മൊത്തമായിട്ട് അത് 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ കിസ്മിസ് വെള്ള മുന്തിരിങ്ങ അത് 1 ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വേണം. പിന്നെ നമുക്ക് നല്ല പൂവമ്പഴം ഇല്ലേ, നല്ല പൂവമ്പഴം, നന്നായിട്ട് പഴുത്ത പൂവമ്പഴം, ആ പൂവമ്പഴം 1.5 എണ്ണം. പിന്നെ ആവശ്യം പോലെ നല്ല ഒരു സൈസ് 100 ആപ്പിള് കിട്ടുവാണെങ്കിൽ, അതായത് ചില ആപ്പിള് 100 ഇല്ലാത്തത് വരെ 100 ആപ്പിള് കിട്ടുവാണെങ്കിൽ അത് 1 എണ്ണം ചേർക്കാൻ വേണമെങ്കിൽ. ആപ്പിൾ ഇല്ലേലും കുഴപ്പമില്ല, 100 ആപ്പിള് വേണം. മറ്റേ ആപ്പിള് ചിലവന്മാര് വെള്ളച്ചവ് പോലെ വരുവേ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് മിക്സ്ഡ് ഫ്രൂട്ട്സിന് വേണ്ടത്. പൂവമ്പഴം, ഏത്തപ്പഴം, നമ്മുടെ മാമ്പഴം, ഈന്തപ്പഴം, അത്തിപ്പഴം, പിന്നെ കിസ്മിസ്, പിന്നെ കറുത്ത മുന്തിരിങ്ങ, ഇത്രയും വേണം. പിന്നെ കശുവണ്ടിയെ ആപ്പിള് വേണമെങ്കിൽ, അതായത് 100 ആപ്പിള് കിട്ടിയാല്, അല്ലെങ്കിൽ വേണ്ട. ഓപ്ഷണലാണ്, നമുക്ക് ചേർക്കേണ്ടെന്ന് പറയുന്നില്ല. പിന്നെ വേണ്ടത് എന്താന്ന് വെച്ചാല് ഈ നമ്മുടെ നിലക്കടലയില്ലേ, നിലക്കടല ഒരു 50 ഗ്രാം. 50 ഗ്രാം എന്ന് പറയുമ്പോൾ നല്ല മുഴുത്ത ടേബിൾ സ്പൂൺ 2 എണ്ണത്തിന് 2 ടേബിൾ സ്പൂൺ വരും നിലക്കടല. ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നിൽ അരി കൊടുക്കാം, അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ്. ചെറുപയർ പരിപ്പാണെങ്കിൽ നമുക്കൊരു 180 ഗ്രാം. 50 ഗ്രാം ചവ്വരി, അത്രയും വേണം. പിന്നെ ശർക്കര, ചിലര് പഞ്ചസാരയിൽ ഉണ്ടാക്കും. പഞ്ചസാരയെക്കാട്ടി നല്ലത് ശർക്കരയാണ് കേട്ടോ. ശർക്കരയാണെങ്കിൽ ഇത്രയും സംഭവത്തിനാകുമ്പോൾ നമുക്കൊരു 300 ഗ്രാം ശർക്കര വരും. 300-350 ഗ്രാം ശർക്കര. ഇപ്പൊ ശർക്കരപ്പൊട്ടി ആകുമ്പോൾ ആ കൂട്ടി കിട്ടുവേ. മറ്റേ ശർക്കരയാണെങ്കിൽ നമുക്ക് ഒരു മുഴുത്ത അതിന്റെ ഉണ്ടയില്ലേ, ശർക്കര ഉണ്ട, അത് മുഴുത്ത ഒരെണ്ണം, വലിയ ഒരെണ്ണം വേണം. പിന്നെ നെയ്യ് ഇത്രത്തിനാകുമ്പോ നെയ്യ് ഒരു 100 ഗ്രാം വേണമേ. പിന്നെ തേങ്ങ, ഒരു തേങ്ങയുടെ പാല് വേണം. ആ ഒരു തേങ്ങയുടെ പാല് നമ്മൾ 1, 2, 3 ആയിട്ട് പിഴിഞ്ഞെടുക്കണം, ചിരകി. ഒരു തേങ്ങയുടെ പാതി 3 പാലല്ലേ? അപ്പൊ പിഴിഞ്ഞെടുക്കുന്നത് 1-ാം പാല്, രണ്ടാമത് പിഴിഞ്ഞെടുക്കുന്നത് 2-ാം പാല്, മൂന്നാമത് പിഴിഞ്ഞെടുക്കുന്നത് 3-ാം പാല്. പിന്നെ ഇതിന് വേണ്ടത് ചുക്കുപൊടിയാണ്.
ചുക്കുപൊടിക്ക് അതിപ്പോ ഒരു കാര്യം പറയാം. ഇപ്പൊ ചില ചുക്കുപൊടി നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിന് ഈ പൊടിച്ച് നോക്കുമ്പോൾ വേറൊരു ചൊവയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചത് എന്താന്ന് ചോദിച്ചാല് നല്ലപോലെ ഇഞ്ചി ക്ലീൻ ആക്കിയിട്ട് ശരിക്ക് ഇഞ്ചി ചതച്ചെടുക്കണം. ചെറിയ കഷ്ണം നന്നായിട്ട് അങ്ങ് ചതച്ചെടുക്കണം ഇഞ്ചി. ഈ ചുക്കിനെക്കാട്ടി ടേസ്റ്റ് വരുന്നുണ്ട് ഇഞ്ചിയുടെ. അതൊരു ടിപ്പല്ലേ ചേച്ചി, സ്പെഷ്യൽ ടിപ്പ്. ടിപ്പ് അത്. പിന്നെ ജീരകം, നല്ല ജീരകം 1/2 ടീസ്പൂണ്, പിന്നെ ഏലക്കപ്പൊടി 1/2 ടീസ്പൂണ്. ഇത്രയും കാര്യങ്ങളാ വേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് അതും ഇതുപോലെ തന്നെ ഈ ചെറുപയർ പരിപ്പ് ഒരു 1.5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പൊ ഈ ചെറുപയർ പരിപ്പ് എന്നിട്ട് ഈ 1.5 മണിക്കൂറിന് ശേഷം ഈ ചെറുപയർ പരിപ്പും ചൗവരിയും കൂടെ ഒരു ശർക്കര ശർക്കരപ്പൊടി ഇടണം. നമ്മൾ വെച്ചിരിക്കുന്നതിന്റെ അകത്ത് ഒരു 2 ടീസ്പൂൺ ശർക്കരപ്പൊടി, പിന്നെ ഈ 3-ാം പാലും കൂടെ ഒഴിക്കണം. ഇത് 3-ാം പാലിലെ വേഗുന്ന ഏറ്റവും ടേസ്റ്റ്. അപ്പൊ ഇത്രയും കൂടെ ചേർത്ത് ഇതൊന്ന് നമ്മള് കുക്കറിൽ വെച്ചിട്ട് 2 വിസിലാകുമ്പോൾ നല്ല സുഖമായിട്ട് ഇത് വേകും. അത് വെന്തങ്ങോട്ട് നമ്മളോട് അവിടെ അങ്ങ് മാറ്റി വെക്കണം. നമ്മൾ ചെയ്യേണ്ടത് ഒരു മുഴുത്ത പാനോ ഉരുളിയോ വല്ലതും എടുത്ത് അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാല് നെയ്യ് ഒഴിക്കണം. പിന്നെ ഇതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ശർക്കര ഉണ്ട ശർക്കര കിട്ടുവാണെങ്കിൽ പൊടി അല്ലെങ്കിൽ ഈ ശർക്കര ഉരുക്കി വെക്കണം, ഉരുക്കി അരിച്ചെടുക്കണം കേട്ടോ. പൊടിയാണെങ്കിൽ നമുക്ക് അതൊന്ന് വരട്ടിയെടുത്താൽ മതി. പക്ഷെ ഇത് ശർക്കര ഉണ്ടയാണെങ്കിൽ പണ്ടത്തെ പോലെ നമുക്കറിയാമല്ലോ ഉരുക്കി എടുക്കേണ്ടത്. അരിച്ചെടുക്കണം, ഉരുക്കി അരിച്ചെടുക്കണം. കാരണം അതിന്റെ അത് അരിച്ചില്ലെങ്കിൽ ഈ ചിലപ്പോ മണ്ണിന്റെ അംശമോ പിന്നെ മറ്റേ ഇതില്ലേ ഈ കരിമ്പിന്റെ ഒക്കെ ചണ്ടി പോലെ അങ്ങനെ എന്തെങ്കിലും കാണും. അതല്ലേ അതിനെ അരിച്ചെടുക്കണമെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളൊരു ഉരുളി വെച്ചിട്ട് ഉരുളിയിലോട്ട് നമ്മള് നെയ്യ് ഒഴിക്കണം. ഈ നെയ്യ് ഒഴിച്ചതിന്റെ അകത്തോട്ട് നമ്മള് ഈ കുറച്ച് നമ്മുടെ അതിലെ കറുത്ത മുന്തിരിങ്ങായി കുറച്ച് കിസ്മിസും ഈ നിലക്കടലയും കൂടിട്ട് വറുത്ത് കോരി മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് നമ്മൾ ആ നെയ്യിലോട്ട് തന്നെയാണ് ഇതങ്ങ് മാറ്റി വെച്ചല്ലോ, ആ നെയ്യിലോട്ട് നമ്മൾ വീണ്ടും പകുതി ഉണക്ക മുന്തിരിങ്ങായും പകുതി കിസ്മിസും ഇട്ട് ബാക്കി പകുതി നിലക്കടലയും കൂടിട്ട് നല്ലപോലെ ഒന്ന് അത് വറക്കുമല്ലോ നമ്മള്. എന്നിട്ട് ഇത് വറന്നു വരുമ്പോ ഇതിലേക്ക് അരിഞ്ഞ മാങ്ങാപ്പഴം, ഏത്തപ്പഴം, നമ്മുടെ മറ്റേ ഇതിലെ ഈന്തപ്പഴം, ഇതെല്ലാം കൂടി ഇട്ട് പൂവമ്പഴം, ഇത്രയും സംഭവം ഇട്ട് നല്ല പോലെ അങ്ങോട്ട് വഴറ്റി വേവിക്കണം. ഇത് വെന്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ശർക്കര പൊടിയാണെങ്കിൽ ശർക്കരപ്പൊടി അങ്ങ് ഇട്ടാൽ മതി. മറ്റേതാണെങ്കിൽ ശർക്കരയാ കലക്കി അരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഒഴിക്കണം. എന്നിട്ട് ഇതങ്ങോട്ട് ഈ ശർക്കരപ്പൊടിയാണെങ്കിൽ അങ്ങോട്ട് ഒന്ന് ഇളക്കുമ്പോൾ ഈ ശർക്കരപ്പൊടിക്ക് നമ്മുടെ 2-ാം പാൽ അവിടെ ഇരിപ്പുണ്ടല്ലോ, അപ്പൊ ആ 2-ാം പാല് ശകലം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പൊടിയാണെങ്കിൽ ലൂസ് ആകാൻ പറ്റും. എന്നിട്ട് ഇത് അങ്ങോട്ട് ഇച്ചിരി ഒരു 2 മിനിറ്റ് ഇത് അങ്ങോട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല് ആ വെന്ത് വെച്ച ചൗവരി ചെറുപയർ കൂട്ടില്ലേ അത് അങ്ങോട്ട് ഇടണം. ഇട്ടിട്ട് അത് വീണ്ടും ഒന്ന് ഇളക്കി വരട്ടി വരുമ്പോഴത്തേക്കിനും നമ്മള് ഏലക്ക പൊടി, മറ്റേ ഇഞ്ചി ചതച്ച ആ പൊടിയും അതും മറ്റേ ജീരകവും പൊടിച്ചു വെച്ചതിന്റെ പകുതി എടുത്ത് നമ്മൾ ഇതിലോട്ട് അങ്ങിടുക. കുറച്ചവിടെ മാറ്റി വെക്കണം, കുറച്ച് ഓരോന്നുള്ളിൽ വെച്ച് മാറ്റിയാൽ മതി. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മള് നമ്മുടെ ഈ 2-ാം പാൽ അങ്ങോട്ട് ഒഴിക്കണം. ഒഴിച്ച് നന്നായിട്ട് ഇത് ഇളക്കി അങ്ങോട്ട് തിളപ്പിച്ച് കുറുക്കണം. അപ്പൊ ഈ കുറുകി വരുമ്പോ നമ്മള് ചേർക്കേണ്ട 1-ാം പാൽ അങ്ങ് ഒഴിക്കത്തില്ല. 1-ാം പാൽ ഒഴിച്ച് ഇളക്കി ചൂടാകുമ്പോ അങ്ങ് വാങ്ങിയേക്കണം, തിളക്കരുത്, അടുത്ത് ഓഫ് ചെയ്തേക്കണം. എന്നിട്ട് നമ്മൾ ഈ വഴറ്റി ബാക്കി വെച്ചിരിക്കുന്ന ഈ കിസ്മിസും ഉണക്കമുന്തിരിയും മറ്റേ നിലക്കടലയും കൂടെ ഇതിന്റെ പുറത്തോട്ട് അങ്ങ് വിതറി ആ നെയ്യും കൂടെ കൂട്ടി വെതറി ബാക്കി ഇച്ചിരി വെച്ചിരിക്കുന്ന ഓരോന്നുള്ള പൊടികളും ഇട്ട് ഇളക്കി ഉപയോഗിച്ചാണ് ഇത് മിക്സ്ഡ് ഫ്രൂട്ട് പായസം. ഓക്കെ, നമ്മൾ സാധാരണ മിക്സ്ഡ് ഫ്രൂട്ട് സാലഡ് ഒക്കെ കഴിക്കാറുണ്ട്. ഇനിയിപ്പം ഊണ് കഴിഞ്ഞ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് ഈ മിക്സ്ഡ് ഫ്രൂട്ട് പായസം അല്ലേ. അപ്പോൾ എന്തായാലും
സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി കേട്ടു. ഇനി അടുത്തത് നമ്മുടെ ഒരു അഡാർ ഐറ്റം നമ്മുടെ കയ്യിലുണ്ട്. അത് എന്താണ് എന്നുള്ളത് നമുക്ക് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. ആൻഡ് മെർലിൻ ചേച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് സ്വാദ് നമ്മുടെ നാവിൽ വെക്കുമ്പോഴേ എന്തായിരിക്കും ഇതിന്റെ ആ ഒരു ഭയങ്കര യമ്മി ആയിരിക്കും അല്ലെ? ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ഭയങ്കര ടേസ്റ്റ് അത്. ഓക്കെ, ഇഷ്ടപ്പെടും. എല്ലാത്തിന്റെ ഇങ്ങനെ കുറച്ച് കുറച്ച് വഴറ്റുന്നതുകൊണ്ട് ഇച്ചിരിയൊക്കെ പീസൊക്കെ കടിക്കാനും കിട്ടുമല്ലോ. അതെ അതെ അതെ, അപ്പൊ നല്ല ടേസ്റ്റാ. അടിപൊളി. പൂവമ്പഴവും ഏത്തപ്പഴവും അതുപോലെ തന്നെ നമ്മുടെ മാമ്പഴവും എല്ലാം കൂടെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി ഇങ്ങനെ എല്ലാം കൂടെ വരുമ്പോ നല്ല ടേസ്റ്റാ. അടിപൊളി അടിപൊളി. ഞാൻ ഇതിനകത്ത് അത്തിപ്പഴം എന്ന് പറയുന്നത് ഞാൻ ഓപ്ഷനാ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈന്തപ്പഴം ഒക്കെ സാധാരണ ഈ അത്തിപ്പഴത്തിന് ഇച്ചിരി വില കൂടുതലാണ്. അപ്പം ആവശ്യം ഉണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ചിലപ്പോൾ വാങ്ങാൻ പറ്റിയെന്ന് വരികയില്ല. എങ്കിലും മാമ്പഴവും ബാക്കി പഴങ്ങളൊക്കെ ചേർക്കാവുണ്ടോ? ഓ യെസ് യെസ്. ഓക്കെ, അങ്ങനെ നമ്മള് കേട്ടു മിക്സ്ഡ് ഫ്രൂട്ട് പായസം. ഇനി അടുത്തത് ഒരു 1 ഐറ്റം പായസം വരുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് നമുക്ക് കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. കൂടെ ഉള്ളത് ജോവാണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് മെർലിൻ ചേച്ചിയാണ്. മെർലിൻ കല്ലുപറമ്പിൽ ഫ്രം പാല. ചേച്ചിയുടെ മറ്റ് സ്പെഷ്യൽസ് എന്തൊക്കെയാണെന്നുള്ളത് പാട്ടുകൾക്ക് ശേഷം കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. ഓണത്തിന് ഈ കുഴിമന്തി കഴിച്ച് സ്പെഷ്യലാക്കി മാറ്റുന്ന ചില റീൽസ് ഒക്കെ ഞാൻ ഇത്തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ പോയാലും ഓണത്തിന് നമ്മുടെ വിഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഓണസദ്യയാണ്. ഓണസദ്യ വിട്ടൊരു കളി ഇല്ല നമ്മൾ മലയാളികൾക്ക് അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു ഓണസദ്യ കുറച്ചും കൂടെ ഒന്ന് സ്പെഷ്യൽ ആക്കാനായിട്ട് കുറച്ച് സ്പെഷ്യൽ ഡിഷസ് ഒന്ന് ആഡ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾ തൽപര കക്ഷികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില ഓണം വെറൈറ്റി ഡിഷസ് പവേർഡ് ബൈ മെർലിൻ ചേച്ചി. മെർലിൻ കല്ലുപറമ്പിൽ ചേച്ചിയാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. അപ്പോൾ ചേച്ചി, നമ്മൾ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഡിഷസിലേക്ക് ഇനി അടുത്തത് ഏത് ഐറ്റം ആണ് കേൾക്കുന്നത്? നമ്മളിപ്പം മിക്സ്ഡ് ഫ്രൂട്ട് പായസം കേട്ടു, അതുപോലെ തന്നെ പാൽപ്പായസം നമ്മൾ കേട്ടു. ഓക്കെ, ഇനി അപ്പോൾ അടുത്തത് ഏത് പായസമാണ്? എന്താണ് നമ്മുടെ ഡിഷ്? ഓക്കെ, മാമ്പഴ പ്രഥമൻ. അടിപൊളി. കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ മാങ്ങ ലവേഴ്സിന് ഭയങ്കരമായിട്ടും വായിൽ ഇങ്ങനെ തേൻ ഊർന്ന ഒരു ഐറ്റമാണ്. എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ഈ മാമ്പഴ പ്രഥമൻ ഭയങ്കര ടേസ്റ്റ് ആണ്. അത് ശരിക്കും ഞാനും പേഴ്സണലി നമ്മൾ വെച്ച് കഴിയുമ്പോഴല്ല ഇത് വീണ്ടും വീണ്ടും കുടിച്ചോണ്ടിരിക്കും. ഈ മാമ്പഴ പ്രഥമൻ എന്ന് പറയുന്നത് ശരിക്ക് പഴങ്ങളുടെ രാജാവ് മാമ്പഴം നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ശരിക്ക് ഇതൊന്ന് കഴിച്ചു കഴിയുമ്പോഴല്ലോ ആ ഒരു ടേസ്റ്റ് അത് അടിപൊളിയായിട്ട് ഇത് കഴിക്കും. ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാല് ഇതിന് വേണ്ടത് നല്ല ദശക്കട്ടിയുള്ള 2 മാങ്ങ വേണം, അത്യാവശ്യം പുളിച്ചത്. പിന്നെ വേണ്ടത് ചെറുപയർ പരിപ്പ്. ചെറുപയർ പരിപ്പ് 150 ഗ്രാം ആയിക്കോട്ടെ, 150 ഗ്രാം. ഓക്കെ. വേണമെങ്കിൽ കുറച്ചുകൂടെ കുറുക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1/4 കിലോ ആക്കാം. 200 ആയിക്കോട്ടെ, 200 ഗ്രാം ആയിക്കോട്ടെ. ഇച്ചിരി കൂടുതൽ അളവേ ഒന്ന് കുറുക്കത്തിന് വേണ്ടിട്ടല്ലേ? കുറുക്കത്തിന് വേണ്ടി 200. പിന്നെ ചവരി ഇതിന്റെ അകത്ത് വേണ്ടത് 100 ഗ്രാം ചവരി. ചവരി ഓട്ടോമാറ്റിക്കലി കുറുക്ക് വരുന്നതാണ്. എന്നാലും ചവരി ഇതിനകത്ത് ചവരി ഒരു 100 ഗ്രാം ഇരുന്നോട്ടെ. കാരണം അത് നമുക്ക് ചവരി മിക്സ് ചെയ്തല്ല വെക്കുന്നത്. ചവരി വേറെ സെപ്പറേറ്റ് വെന്താ വെക്കുന്നത് ഇതിനെ. ഈ പായസത്തിന്റെ പ്രത്യേകത. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ചുക്കുപൊടിക്ക് പകരം ഇഞ്ചി ചതച്ചതായാലും കുഴപ്പമില്ല. പിന്നെ ഏലക്കപ്പൊടി നമ്മൾ 1 ടീസ്പൂൺ. പിന്നെ ജീരകം വറുത്ത് ചതച്ചത് പൊടിച്ചത് 1 ടീസ്പൂൺ. ചുക്കുപൊടി 1 ടീസ്പൂൺ. ചുക്കല്ല ഇഞ്ചി ഓപ്ഷൻ ഇട്ടത്. പിന്നെ വേണ്ടത് കിസ്മിസ് ആണ് ഇതിന് വേണ്ടത്. കിസ്മിസ് ഒരു ടേബിൾ സ്പൂൺ ഇരുന്നോട്ടെ. പിന്നെ കശുവണ്ടി നമുക്ക് 2 ടീസ്പൂൺ മതി. പിന്നെ വേണ്ടത് ശർക്കര 400 ഗ്രാം. പിന്നെ തേങ്ങ 1.5. പിന്നെ മാമ്പഴം ഞാൻ പറഞ്ഞല്ലോ. 2 മാമ്പഴം മതി. ഇനി നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യേണ്ടത്? അപ്പൊ ഇത്രയും കാര്യങ്ങളാ വേണ്ട. തേങ്ങ 1.5 വേണം ഇതിന് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ മാമ്പഴം നന്നായിട്ട് തൊലി ചെത്തിയെടുക്കണം. എന്നിട്ട് ഇത് ചെയ്യേണ്ടത് 1 മാമ്പഴം ഇങ്ങനെ നമ്മൾ ചതുര പീസുകളാക്കി ഇച്ചിരി മുഴുത്ത് കാക്കണം. 1 മാമ്പഴം. പിന്നെ 1 മാമ്പഴം കൊത്തി കുഞ്ഞിതായിട്ട് അരിയണം. നമ്മൾ പച്ചറിക്കൊക്കെ അരിയുന്ന പോലെ കൊത്തി അരിഞ്ഞെടുക്കുക. 1 മാമ്പഴം.
ഒരു മാമ്പഴത്തിന്റെ പീസുകൾ ഇച്ചിരി മുഴുത്തതായിട്ട് വേണം. അതായത് ആ ഒരു മാമ്പഴ പീസ് ഒരു 10-25 ഒരുമാതിരി, അതായത് എന്താ പറയുന്ന ഒരു അത്യാവശ്യം ഒരു നീളത്തിൽ നമ്മുടെ അടയല്ലേ, ഇപ്പൊ അടപ്രഥമന്റെ അടയൊക്കെ ഇല്ലേ, അതിനെക്കാട്ടി ഇച്ചിരി മുഴുത്ത രീതിയിൽ മുറിച്ചെടുക്കാവുന്ന രീതിയിൽ ലെങ്തി ആയിട്ട്. അതിനെ ഞാൻ പറഞ്ഞ മുഴുത്ത ഇതെന്ന് പറഞ്ഞത് മാങ്ങാപ്പഴം എന്ന് പറഞ്ഞു, ദശയുള്ള മാങ്ങാപ്പഴം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ചെറുപയർ പരിപ്പ് ഇങ്ങനെ കുതിർത്ത് വെക്കണം. സാധാരണ പോലെ തന്നെ 1.5 മണിക്കൂർ കുതിർത്ത് വെക്കുക. പിന്നെ ശർക്കര പൊടിയാണെങ്കിൽ ഉരുക്കണ്ട, അല്ലെങ്കിൽ മറ്റേത് ഉരുക്കി അരിച്ചെടുത്ത് വെക്കണം. പിന്നെ നെയ്യ് വേണ്ടത് ഇതിന് 100 ഗ്രാം നെയ്യ് മതി കേട്ടോ, 100 ഗ്രാം നെയ്യ്. പിന്നെ തേങ്ങായ 1.5, അതായത് ഒരു തേങ്ങാ മുറിയില്, അതായത് 1.5 എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു തേങ്ങ ഫുൾ ചിരണ്ടി പിഴിഞ്ഞു വെക്കണം. പിന്നെ ആ ഒരു തേങ്ങാ മുറിയുടെ പകുതി ഭാഗം നമ്മൾ കൊത്തി ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങാക്കൊത്തില്ലേ അതെടുത്ത് വെക്കണേ. ബാക്കി നമുക്ക് ചിരണ്ടി അതിന്റെ കൂടെ തന്നെ ചേർക്കാം. അപ്പം ഇത് നമ്മൾ ചെയ്യേണ്ടത് 1, 2, 3 പാലുകളായിട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ വേറൊരു സംഭവം ടേസ്റ്റിന് വേണ്ടി ചേർക്കാം. ഒരു 50 ഗ്രാം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ചേർക്കാം. ആ 50 ഗ്രാം മിൽക്ക് മെയ്ഡ് നമ്മുടെ 1ാം പാലുമായിട്ടൊന്ന് ശരിക്കും അടിച്ചു വെക്കണം, മിക്സ് ചെയ്ത് വെക്കണം 1ാം പാലുമായിട്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ചെറുപയർ പരിപ്പ് നന്നായിട്ട് വെന്ത് അവിടെ വെക്കണം. അതായത് ചെറുപയർ പരിപ്പ് വേണ്ട വേദിലാന്ന് ചോദിച്ചാല് 3ാം പാലിൽ, അത് ഞാൻ പറയണ്ടല്ലോ, മറ്റേതുപോലെ തന്നെ 3ാം പാലിൽ വെന്ത് വെക്കുക. ചവ്വരി വേറൊരു ചെറിയ കുക്കറിലോ ഒരു പാത്രത്തിലോ ഇട്ട് നല്ലപോലെ വെന്ത് മാറ്റി വെക്കണം ചവ്വരി. ആ ചവരി വേകുമ്പോ ചവരി ഉടയരുത്. ഈ ചവരി വേകുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ അകത്ത് ശകലം പഞ്ചസാരയും കൂടെ, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് വേവിച്ചാൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുവേ ചവരിക്ക്. അപ്പൊ അത് ഉടയാതെ ചവരി വെന്ത് അതിന്റെ ഇങ്ങനെ പൊള്ള ഇങ്ങനെ കിടക്കത്തില്ലേ, ഈ നമ്മുടെ കച്ചോസ് കിടക്കുന്ന പോലെ, ആ ഒരു കണ്ടീഷനിൽ അത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പാൻ ചീനച്ചട്ടി ഉരുളിന്ന് കൂടാം, കടായിയോ ഉരുളിയോ എടുത്തിട്ട് അടുപ്പേ വെച്ചിട്ട് ഈ നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ചിട്ട് നല്ലപോലെ എന്ത് ചെയ്യണം, തിളയ്ക്കണം. അതിന്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ നമ്മുടെ ഈ ഒരു കുഞ്ഞിതായിട്ട് കൊത്തി അരിഞ്ഞ മാങ്ങാപ്പഴം ഉണ്ടല്ലോ, പീസാക്കാത്ത മാങ്ങാപ്പഴം പച്ചടിക്ക് പോലെ അരിഞ്ഞത് മിക്സിയിട്ടൊന്ന് അരച്ചെടുക്കുക, ഉടച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഈ നമ്മള് നെയ്യ് ഒഴിച്ചല്ലോ, പാനടുപ്പേ വെച്ച് നെയ്യ് ഒഴിച്ചു. ഈ നെയ്ക്കകത്തോട്ട് നമ്മൾ ഈ കശുവണ്ടി മറ്റേ ഇതെന്താ കിസ്മിസും കൂടെ വറുത്ത് കോരി മാറ്റുക, തേങ്ങാക്കൊത്ത് വറുത്ത് കോരി മാറ്റി വെക്കുക. ഒറ്റ വെച്ചിരുന്ന തേങ്ങാക്കൊത്തില്ലേ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അടുത്ത് ചെയ്യേണ്ടത് ആ നെയ്യിലോട്ട് തന്നെ ഈ മാങ്ങാപ്പഴം നമ്മൾ ഇടണം. ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ആ പീസായിട്ടിട്ട മാമ്പഴം ഇല്ലേ അതിട്ടൊന്ന് ഇളക്കി വഴറ്റണം. വഴറ്റി കഴിഞ്ഞിട്ട് നമ്മള് ഈ മറ്റേ ഉടച്ച മാങ്ങാപ്പഴം കൂടി ഇതിലിട്ടൊന്ന് പെരട്ടണം. എന്നിട്ട് അതിന്റെ അകത്ത് നമ്മുടെ ശർക്കരയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആവശ്യമെങ്കിൽ 2ാം പാലിട്ടൊന്ന് ലൂസാക്കി കൊടുത്തിട്ട് നമ്മള് ഈ വെന്ത് വെച്ച ചെറുപയർ കൂട്ട ആദ്യം ഇടേണ്ടത്. ഈ ശർക്കരയിലോട്ടിട്ട് ശരി ഇത് ഇളക്കി വരട്ടി കഴിയുമ്പോൾ നമ്മള് ഇതിന്റെ അകത്തോട്ട് ഈ വരട്ടുമ്പോൾ നമ്മൾ മറ്റേതിനെ കാണിച്ച പോലെ പകുതി ഏലക്കപ്പൊടി, പകുതി ചുക്കുപൊടി, പകുതി ജീരകപ്പൊടി ഇത്രയും ഇട്ട് ശരിക്കൊന്ന് ഇളക്കുക. പകുതി എവിടെ ഇരിക്കണം, താളിക്കാൻ വേണ്ടിയുള്ളത്. എന്നിട്ട് നമ്മുടെ കിസ്മിസും കശുവണ്ടിയും പകുതി ആ വറുത്തതിന് കുറച്ച് തേങ്ങാക്കൂത്തും കൂടിയിട്ട് പകുതി തേങ്ങാക്കൂത്ത് വിട്ടത് നല്ലപോലെ ഇളക്കി വരട്ടി വരുമ്പോഴത്തേക്കും നമ്മള് ഈ 2ാം പാല് കൂടി ഒഴിച്ചങ്ങ് തിളപ്പിക്കുമല്ലോ ഇത്. തിളപ്പിച്ച് വന്നു കഴിഞ്ഞ് ഇത് കുറുകുമ്പോഴത്തേക്കിന് ഈ മിൽക്ക് മെയ്ഡ് കലർത്തി വെച്ച 1ാം പാല് കൂടെ നമ്മൾ ഇടുക ഇതിന്റെ അകത്തോട്ട്. എന്നിട്ട് ഇളക്കി നമ്മൾ തിളയ്ക്കുന്നതിന് മുമ്പ് ഇത് വാങ്ങുക. 2ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് തിളയ്ക്കാം കേട്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കണം പായസത്തിന്. പിന്നെ ആ ചവരിയും കൂടെ നമ്മൾ ഈ 1ാം പാൽ ഒഴിക്കുന്നതിന് മുമ്പ് ഇതിന്റെ അകത്തോട്ട് ഇട്ടുമ്പോൾ ചവരി ഇങ്ങനെ തൂങ്ങി കിടക്കുക നല്ലൊരു രസത്തിൽ ജെല്ല് പോലെ. എന്നിട്ട് ഈ 1ാം പാൽ കൂടെ നമ്മൾ ഒഴിച്ച് മിൽക്ക് മെയ്ഡ് 1ാം പാൽ കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് ഇളക്കി അടുപ്പ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബാക്കി കിസ്മിസും തേങ്ങാക്കൊത്തും ഈ കശുവണ്ടിയും പൊടികളും ഇട്ട് അലങ്കരിച്ച് താളിച്ചുപയോഗിക്കാം കേട്ടോ. ഇതിന്റെ പ്രത്യേകത ഇത് പപ്പടവും വാഴയും ഇട്ട് കഴിക്കണം, ഭയങ്കര ടേസ്റ്റ് ആയി പായസമേ. ഇലയിൽ കഴിച്ചാൽ ഭയങ്കര വീണ്ടും നമുക്കിത് കഴിക്കാൻ ഒരു ടെൻഡൻസി തോന്നുവേ. കാരണം ഈ മാമ്പഴത്തിന്റെ ഈ പ്രഥമന്റെ അകത്ത് ഈ അടമൂല ഈ മാങ്ങാപ്പഴം കിടക്കുമല്ലേ, അതിന്റെ ആ ടേസ്റ്റ് ഭയങ്കര കേട്ടോ. നമുക്ക് ഇടയ്ക്ക് അതൊന്ന് കഴിക്കാനും കിട്ടും അല്ലേ? കടിക്കാനും കിട്ടും. അതിങ്ങനെ പപ്പടവും പഴവും കൂടിട്ട് കഴിച്ചു കഴിയുമ്പോ അടപ്രഥമനെ കാട്ടിൽ ടേസ്റ്റാ ഞാൻ കണ്ടത്. അടിപൊളി.
ഇത് പറഞ്ഞിട്ടേ എനിക്ക് ആക്ച്വലി ഇപ്പൊ ഒരു ഓണസദ്യ കഴിച്ചാൽ കൊള്ളാം എന്നൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഞാൻ. ഭയങ്കര ടേസ്റ്റ് അത് കഴിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മാമ്പഴ പ്രഥമന്റെ ആ ഒരു റെസിപ്പി നമ്മൾ കേട്ടു. പിന്നെ ഞാൻ പായസത്തിന് ഇപ്പം പുതിയ തലമുറയ്ക്ക് പഴയ കാലത്തുള്ളവർക്ക് അതിനൊരു ടിപ്പ് പറഞ്ഞു തരാമോ? ഈ പായസം നമ്മൾ പാകമായി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇലയിൽ ഒഴിച്ചു നോക്കണേ. ഓക്കെ. അപ്പൊ ഇലയിൽ ഒഴിക്കുമ്പോ ഇലയിൽ ഒഴുകി പോകരുത്, അതൊരു വട്ടത്തിൽ ഇങ്ങനെ കിടക്കണം. അതാണ് അന്ന് കണ്ട് ഒത്തിരി കുറുകരുത്, പായസം കട്ടിയാകരുത്. ആ ഇലയിൽ ഇങ്ങനെ ലൂസായിട്ട് കിടക്കണം, ഒഴുകാത്ത രീതി കിടക്കണം. അതാണ് പായസത്തിന്റെ പാകം, കറക്റ്റ് ആയിട്ടുള്ള പാകം. പരമ്പരാഗതമായി കൈമാറി കിട്ടിയ കുറെ പാചക കൂട്ടുകൾ നമുക്ക് മെർലിൻ ചേച്ചി നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. പായസ കൂട്ടുകൾ കേട്ടു. ഇനി അടുത്തത് പായസം കഴിഞ്ഞ് കുറച്ച് ഒരു ഇച്ചിരി പൊടിക്ക് മധുരം കൂടെ ആയാലോ? ഇപ്പൊ എന്തായാലും മധുരം ഒരു 4 മണിക്കോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മധുരം കൂടി ചേച്ചിയുടെ കയ്യിലുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചറിയണം. സോ കേൾക്കാം. ഇത് ഓണം സ്പെഷ്യൽ SK ജംഗ്ഷൻ ആണ്. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് മെർലിൻ കല്ലുപറമ്പിൽ ഫ്രം പാല. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. ഓണം സ്പെഷ്യൽ SK ജംഗ്ഷനിൽ നമ്മൾ ഇന്ന് സ്വാദിഷ്ടമായ ഒരുപാട് രുചിക്കൂട്ടുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഓണസദ്യയിൽ വ്യത്യസ്തമായിട്ടുള്ള ചില ഡിഷസ് ട്രൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം ഇത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇതേ നമ്മൾക്ക് പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുന്നത് മെർലിൻ ചേച്ചിയാണ്. മെർലിൻ കല്ലുപറമ്പ് ഫ്രം പാല. അപ്പം എന്തായാലും മെർലിൻ ചേച്ചി, നമ്മളിങ്ങനെ ഓരോ ഐറ്റംസും കേട്ടു. നമ്മൾ 3 വ്യത്യസ്ത തരത്തിലുള്ള പായസത്തിന്റെ റെസിപ്പി കേട്ടു. ഇനി അടുത്ത എന്താണ് ചേച്ചിയുടെ പക്കൽ ചൂടോടുകൂടെ മെർലിൻ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഏത് ഐറ്റമാണ് ഇനി അടുത്ത പറയാനുള്ളത്? ഈ പഴം വരട്ടെ ഓർ പഴം വരട്ടെന്ന് പറയില്ലേ? അപ്പൊ ഇത് ശരിക്കും ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പൊ ഇത് ശരിക്കും ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ ഓണത്തിന് പപ്പാട് പപ്പായ ഓണത്തിന് ഇങ്ങനെ ഈ നല്ല പഴുത്ത ഏത്തയ്ക്ക, അന്നൊക്കെ ഇഷ്ടം പോലെ കൊലകളുണ്ടായിരുന്നു വീട്ടിൽ, വാഴക്കൊല ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ നല്ല പഴുത്ത ഏത്തയ്ക്ക ഞങ്ങളൊക്കെ ഓണത്തിന് വേണ്ടി തന്നെ ഇങ്ങനെ ഏത്തയ്ക്ക, എന്റെ ചെറിയ കാലത്ത് തന്നെ ഒരു കൊല ഇങ്ങനെ പാളയംകുടം കൊലയോ പൂവൻകൊലയും ഒരു ഏത്തക്കൊലയും ഓണത്തിന് വേണ്ടി തന്നെ നിർത്തുമായിരുന്നു കേട്ടോ തോട്ടയ്ക്കാന്റെ വീട്ടില്. അപ്പം ഈ ഏത്തപ്പഴം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പുഴുങ്ങുമായിരുന്നു. അത്യാവശ്യം അതല്ല, അതിന്റെ ഒരു മീഡിയം നല്ല ഒരു പഴുത്തതായിട്ട് നിൽക്കുന്ന ഏത്തപ്പഴം പുഴുങ്ങും. അപ്പൊ ഞങ്ങള് 2 എണ്ണത്തിനൊക്കെയാണ് ഞങ്ങളെ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ അപ്പച്ചമ്പ വെച്ച് പുഴുങ്ങിയിട്ട് ഈ ഇത് തണുക്കാൻ വെക്കവേ, തണുത്ത് കഴിഞ്ഞ് തൊലി മാറ്റിയിട്ട് ഇതിനെ നമ്മള് നല്ല പീസാക്കും. അതായത് നമ്മൾ ഈ കിഴങ്ങൊക്കെ സാമ്പാറിനൊക്കെ മുറിച്ചിടത്തില്ലേ ഏത്തയ്ക്ക, അപ്പൊ അങ്ങനെ ഇച്ചിരി മുഴുത്തതായിട്ട് ഈ ഏത്തയ്ക്കയുടെ നടുക്കൂടുന്നു പിള്ളേർക്ക്, നമ്മൾ ബോളിക്ക് ഏത്തയ്ക്ക ബോളിക്ക് പിള്ളേർക്കുന്ന പോലെ. എന്നിട്ട് ആ ഒരു ഏത്തയ്ക്കായി തന്നെ നമ്മളൊരു 3-4 പീസുകളായിട്ട് കട്ട് ചെയ്യും ആ ഒരു പിളർപ്പില്. അപ്പൊ ഇച്ചിരി നല്ല മുഴുപ്പ് കിട്ടുമല്ലോ. എന്നിട്ട് ഈ ശർക്കരപ്പാനി ഉണ്ടാക്കുവേ, ഈ ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് ഈ ഏത്തക്കായി അതിന്റെ അകത്ത് ഇടും. എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കും, ഒരു 2 ടീസ്പൂണോ നെയ്യ് ഒഴിച്ച് ഈ പഴത്തിന്റെ അകത്ത് ഇത് കിടന്ന് ഇളകി ഇങ്ങനെ വരട്ടിയെടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഗ്രാൻഡ് ഫാദർ ഇത് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെയല്ലേ വെച്ച് കഴിക്കുമായിരുന്നു. ഒരു ഓണമല്ലേ ആ ഒരു ഇതിനെ. അത് ഇനി ഞാൻ ഇതിനെ പരീക്ഷിക്കാൻ തുടങ്ങിയത് ഈ സംഭവം ഇതുപോലെ തന്നെ അച്ഛൻ പഠിപ്പിച്ച ആ രീതി തന്നെ ഇങ്ങനെ കിടക്കുന്നു. എന്നിട്ട് ഞാൻ അതിനെ സ്പെഷ്യലൈസ് ചെയ്ത് ഞാൻ ഇതിന്റെ അകത്തോട്ട് ഈ ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും കൂടെ ജീരകം ചേർക്കാറില്ല ഞാൻ അതിന്റെ അകത്ത്. ഏലക്കയും ചുക്കും കൂടിട്ട് ഒന്ന് ഇതിന്റെ അകത്തിട്ട് ഇളക്കി എന്റെ ആ ഒരു കയ്യിൽ വന്നു കഴിഞ്ഞപ്പോ എന്നിട്ട് ഞാൻ തേങ്ങ കൊട്ടി വറുത്തും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ എന്റെ പിള്ളേർക്ക് ഓണത്തിന് ഇങ്ങനെ കൊടുക്കുന്നത്. പഴംതരിട്ട് പിള്ളേർക്ക് ഇപ്പം ഒരു അത്യാവശ്യമായി മാറിക്കഴിഞ്ഞു അല്ലേ? അത് ഞാൻ ഇങ്ങനെ വെച്ച് ഇവിടെ പാലായിലൊക്കെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇച്ചായം പറയുന്ന പോലെ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞാണ് ഇവിടെ 2 പായസം ഉണ്ടാക്കി ഇത്രയും ഐറ്റംസ് ഒക്കെ കൂട്ടിയത് കേട്ടോ. പരമ്പരാഗത രീതി നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങി അല്ലേ? പറയാനുള്ളത് പുതിയ തലമുറയോടെ നമ്മൾ ഒത്തിരി ജങ്ക് ഫുഡ് ആശ്രയിച്ചാൽ നമ്മൾ പ്രകൃതിയിലോട്ട് ഇങ്ങനെ നോക്കി കഴിയുമ്പോഴേ അതിന്റെ അകത്ത് തന്നെ നമുക്ക് ഓരോന്നും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ചുറ്റുപാട് നമുക്ക് സ്വാദിഷ്ടമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിനെ നമ്മൾ വേണ്ട വിധത്തിൽ പാകം ചെയ്ത് കഴിക്കുക എന്നുള്ളൊരു കാര്യമാണ് ചേച്ചി ഇപ്പൊ ഓർമ്മിപ്പിച്ചത്. അപ്പൊ എന്തായാലും ചേച്ചി പഴംതിരട്ടായിക്കോട്ടെ, അതുപോലെ തന്നെ മാമ്പഴ പ്രഥമൻ, മിക്സ്ഡ് ഫ്രൂട്ട് പായസം, പാൽ പായസം, വാഴക്കൂമ്പ് കിച്ചടി, നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ പൈനാപ്പിൾ പുളിയിഞ്ചി, ഇതെല്ലാം ടേസ്റ്റിയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായത് ചേച്ചി പറഞ്ഞ ആ വാക്കുകൾ, പറഞ്ഞ ആ ഒരു രീതി,
ഒരു അമ്മ പറഞ്ഞു തരുന്നത് പോലെയാണ്, ഇങ്ങനെ ചെയ്താൽ അതിങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നത്. ആ ഒരു സ്നേഹവും കൂടെ ചാലിച്ചാണ് ഓരോ വിഭവങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ചേച്ചി പറഞ്ഞു തന്നത്. അപ്പം എന്തായാലും ചേച്ചിയുടെ ആഗ്രഹവും ഇത്തവണ ഓണത്തിന് നടക്കട്ടെ, അല്ലെങ്കിൽ അത് ആ ഒരു സന്തോഷം കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഫാമിലിക്കും എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ആശംസ അങ്ങോട്ട് നേരുക കേട്ടോ. താങ്ക് യു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന നിങ്ങളുടെ സർവക്ഷേത്ര FM റേഡിയോയ്ക്ക്, പിന്നെ ജോയെ, അച്ഛന്, എല്ലാവർക്കും, എല്ലാ സ്റ്റാഫ്മാർക്കും എന്റെ എല്ലാവിധ നന്ദി. അതുപോലെ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും തിരുവോണത്തിന്റെ മംഗളങ്ങളും നേരും. 89.6 FM സർഗക്ഷേത്ര.